എല്ലാവർക്കും സ്വാഗതം. മാതൃഭൂമി അക്ഷരോത്സവത്തിൻ്റെ 5ാമത്തെ എഡിഷനാണിത്. അതിൻ്റെ 3ാമത്തെ ദിവസം. അക്ഷരോത്സവം തുടങ്ങി 5ാം വർഷത്തിലെത്തുമ്പോൾ ഈ വർഷം അക്ഷരോത്സവത്തിൻ്റെ മുഖ്യ പ്രമേയമായി ഞങ്ങൾ സ്വീകരിച്ചത് ബഹുസ്വര സഞ്ചാരങ്ങൾ എന്നുള്ളതാണ്. ബഹുസ്വര സഞ്ചാരം എന്നതിനെക്കുറിച്ച് ഏറെ പറയേണ്ടതില്ല. കാരണം ബഹുസ്വരത, ഒരു സമൂഹത്തിൻ്റെ ബഹുസ്വരതയെക്കുറിച്ച് ഒരുപാട് ചർച്ചകൾ ഇപ്പോൾ നടന്നു വരുന്നുണ്ട്. നമ്മുടെ ഭാഷ, നമ്മുടെ ദേശം, നമ്മുടെ സംസ്കാരം, ഇതുമായൊക്കെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു പ്രയോഗം മാത്രമല്ല ബഹുസ്വരത എന്നുള്ളത്. ഇന്ത്യയുടെ സംസ്കാരവും ഇന്ത്യയുടെ ജീവിതവും ഇന്ത്യയുടെ ഭക്ഷണം പോലും എല്ലാം ഈ ബഹുസ്വരതയുടെ അടയാളമാണ്. എരിവും പുളിയും ഉപ്പും മുളകും ഒക്കെ ചേർന്ന ഒരു സ്വാദിഷ്ടമായ ഒരു ഭക്ഷണം പോലെ, വിവിധ വാദ്യോപകരണങ്ങളുടെ മേളനമായ ഒരു സംഗീത ശില്പം പോലെ, ബഹുമുഖമായ മതങ്ങളും ജാതികളും സമുദായങ്ങളും ഒക്കെ ചേർന്ന ഒരു സമൂഹം, അതാണ് ഇന്ത്യ. ആ ഇന്ത്യയുടെ ബഹുസ്വരതയ്ക്ക് ഇപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, അല്ലെങ്കിൽ ഈ ബഹുസ്വരത നഷ്ടപ്പെടാൻ പോകുന്ന ചില സൂചനകൾ നമ്മൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട് എന്നുള്ള ഒരു ആശങ്ക എല്ലായിടത്തുമുണ്ട്. ആ ആശങ്കയെക്കുറിച്ച്, ആ വിശ്വാസത്തെക്കുറിച്ച് തന്നെയാണ് ഈ ചർച്ചയിൽ കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും പ്രശസ്തരായ പ്രമുഖരായ നേതാക്കൾ എത്തിയിട്ടുള്ളത്. ഞാൻ ആദ്യം തന്നെ ഗോവിന്ദൻ മാഷിൽ നിന്ന് തുടങ്ങാം. മാഷെ, നമുക്ക് നമ്മുടെ ഇന്നലെകളിലേക്ക് പോകാം. ഇന്നലെ എന്ന് ഞാൻ പറയുന്നത്, അല്ലെങ്കിൽ ഞാൻ ഇന്നലെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, നമ്മുടെ കൗമാരവും നമ്മുടെ യൗവനവും ഒക്കെ കടന്നു വന്ന് ഈ ഒരു ഘട്ടത്തിലെത്തുമ്പോൾ അന്നത്തെ ജീവിതത്തെ ഇന്നത്തെ കാലവുമായി എങ്ങനെയാണ് താങ്കൾ താരതമ്യം ചെയ്യുന്നത്? ഹ്രസ്വകാല ഭൂതകാലം ആയാലും ഇന്ത്യയുടെ തന്നെ സാമൂഹ്യ ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തുമ്പോൾ കുറച്ചുകൂടി വിദൂരമായ, അല്ലെങ്കിൽ കുറേയും കൂടി പിന്നോട്ടേക്ക് പോകുമ്പോൾ ബഹുസ്വരതയെ സംബന്ധിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാട് യഥാർത്ഥത്തിൽ ലോകത്തോട് വിളിച്ചു പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ദാർശനികൻ, നമുക്കെല്ലാം അറിയുന്നത് പോലെ സ്വാമി വിവേകാനന്ദനാണ്. സ്വാമി വിവേകാനന്ദൻ ലോകത്തിൻ്റെ മുമ്പിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച ആശയതലത്തിലെ ഏറ്റവും പ്രഗത്ഭനായ ദാർശനികനാണ്. അദ്ദേഹം ചിക്കാഗോ പ്രസംഗത്തിൻ്റെ ഭാഗമായിട്ട് അഭിസംബോധന ചെയ്ത സഹോദരി സഹോദരന്മാരെ എന്ന പ്രയോഗം തന്നെ അവരത്ഭുതത്തോടു കൂടിയാണ് അതിൻ്റെ പരമ്പരാഗത രീതികളെ ഉല്ലംഘിച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള ആ പ്രയോഗം അവർ ശ്രദ്ധിച്ചത്. തുടർന്ന് വിവേകാനന്ദൻ ചൂണ്ടിക്കാണിച്ച പ്രധാനപ്പെട്ട കാര്യം വൈവിധ്യങ്ങളുടെ നാട്ടിൽ നിന്നാണ് ഞാൻ വരുന്നത് എന്നാണ്. വൈവിധ്യങ്ങൾ ഉൾച്ചേർന്ന അതിൻ്റെ ആന്തരിക ചൈതന്യമാണ് ഇന്ത്യ എന്ന രാജ്യത്തിൻ്റെ പ്രത്യേകതയായി നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത്. അപ്പോൾ ചരിത്രപരമായിട്ട് നോക്കിയാൽ ഇന്ത്യയുടെ വൈവിധ്യപൂർണമായ എന്തൊക്കെ പറയാൻ സാധിക്കുമോ അതെല്ലാം കൂട്ടിച്ചേർത്ത് പറയാം. ഇവിടെ ശശീന്ദ്രൻ തന്നെ ആ മുഖത്തിൽ പറഞ്ഞതുപോലെ അവിടെ ജാതി, ഉപജാതി, മതം, അതുപോലെ തന്നെ നമുക്കെല്ലാം അറിയാം ഭാഷ, നിരവധി ഭാഷകൾ, അതുപോലെ തന്നെ ദേശം, ഉപദേശീയത, ദേശീയത എല്ലാം ചേർത്ത് ഭക്ഷണ ക്രമീകരണങ്ങൾ, ഭക്ഷണത്തിൻ്റെ രുചിക്കൂട്ടുകൾ
എല്ലാം ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് മനുഷ്യ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യൻ ചരിത്രത്തെ ഫലപ്രദമായിട്ട് പരിശോധിച്ചാൽ എല്ലാം വൈവിധ്യങ്ങളുടെ ഒരു കലവറയായിട്ടാണ് ഈ ഇന്ത്യയെയും അതിൻ്റെ ഒപ്പം തന്നെ കേരളത്തെയും നമുക്ക് മനസ്സിലാക്കാനാവുക. അതുകൊണ്ട് ഇന്ത്യയുടെ ഭൂതകാല ചരിത്രത്തിൽ ഇഴപിരിക്കാനാവാത്ത രീതിയിൽ പരസ്പരം ബന്ധപ്പെട്ട് നിന്നതിൻ്റെ ഒരു ആത്മാവാണെന്ന് നേരത്തെ പറഞ്ഞതുപോലെ വിവേകാനന്ദൻ സൂചിപ്പിച്ച ഈ വൈവിധ്യത്തിൻ്റെ പ്രത്യേകത ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷതയാണ് എന്നാണ് അതിൻ്റെ ഭൂതകാല ചരിത്രത്തെ സംബന്ധിച്ച് പറയാനുള്ളത്. എന്നാൽ ശശീന്ദ്രൻ തന്നെ ഇവിടെ പറയുമ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായ എന്തെങ്കിലും പ്രവണതകൾ ഇപ്പോൾ കാണുന്നുണ്ടോ എന്ന ചോദ്യത്തിന് കൃത്യമായ ഉത്തരം അതേ ഇപ്പോൾ കാണുന്നുള്ളൂ എന്നതാണ്. എന്തെങ്കിലും പ്രവണത കാണുകയല്ല, അതാണ് ശക്തിയായിട്ട് ഭരണവർഗം ഇന്ത്യയിൽ അടിച്ചേൽപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു രാജ്യം, അതാണ് അത് ഇന്ത്യ എന്നിപ്പോൾ പേര് അവർ മാറ്റി അത് ഭാരതാക്കി. അതൊരു കൈവഴിയാണ്. എല്ലാം സഞ്ചരിച്ചുകൊണ്ട് ഒരു പ്രത്യേക, നമ്മൾ സാധാരണ പറയില്ലേ, നമ്മുടെ നദികളെല്ലാം അറബിക്കടൽ, ഇങ്ങോട്ടേക്ക് നോക്കുമ്പോൾ അറബിക്കടലിലേക്ക് വന്നൊഴുകി തീരുന്നുവെന്ന്. അതുപോലുള്ള ഓരോ കൈവഴികളാണ് ഹിന്ദുത്വ വർഗീയ അജണ്ടയിലേക്ക് എത്തിച്ചേരാൻ. ഹിന്ദുത്വ വർഗീയ അജണ്ട സാധാരണ രീതിയിൽ നടക്കുന്ന ഒരു പ്രക്രിയയിലൂടെ രൂപപ്പെട്ടു വരുന്നതല്ല. അതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. ജനാധിപത്യപരമായ രീതിയിൽ ഒന്നും വരാൻ സാധ്യതയില്ല. അപ്പോഴീ ഭരണഘടന പറ്റില്ല. ഈ ഭരണഘടനയെ മാറ്റണം. മനുസ്മൃതിയെ അടിസ്ഥാനപ്പെടുത്തി ചാതുർവർണ്ണ വ്യവസ്ഥയിൽ അധിഷ്ഠിതമായൊരു ഭരണഘടന വേണം. അപ്പോൾ നമ്മുടെ കൊടി എന്തായിരിക്കണം? അത് ആ കാവി കൊടിയായിരിക്കണം. കൊടി വ്യത്യാസമാവണം. ഒറ്റ കൊടിയായിരിക്കണം. ഒരു രാജ്യം, ഒരു പേര്, ഒരു മതം, ഒരു ഭാഷ, എല്ലാം ഒന്നാവും. എന്താ ഒന്നിനോടുള്ള സ്നേഹം എന്നറിയോ? ഇവിടെ ബഹുസുരത, എല്ലാം ഒന്നാവണം എന്നാണ്. അപ്പോൾ എല്ലാം ഒന്നാക്കാൻ വേണ്ടിയിട്ടുള്ളത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഏക സിവിൽ കോഡ്. അതിൻ്റെ ഭാഗം തന്നെയാണ് നമുക്കെല്ലാം അറിയുന്ന പൗരത്വ ഭേദഗതി നിയമം. ഇതെല്ലാം ഒരു കൈവഴികളാണ്, ഓരോരോ കൈവഴികളാണ്. ഈ രാജ്യത്തിൻ്റെ ബഹുസുരതയെ തകർത്തുകൊണ്ട് ഫാസിസ്റ്റ് രീതിയിലുള്ള ഹിന്ദുത്വ അജണ്ട കൈകാര്യം ചെയ്യുന്ന ഏറ്റവും അപകടകരമായ ഒരു വർത്തമാന കാലഘട്ടത്തിലാണ് നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യുന്നത്. അതുകൊണ്ട് വളരെ ഗൗരവപൂർവ്വം ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയം തന്നെയാണ്. ഈ വിഷയം എത്തിച്ചേരുന്നത് ഭരണഘടനയ്ക്ക് വിരുദ്ധമാണ്. ഓരോന്നോരോന്നായിട്ട് ഇപ്പോൾ നടത്തി വരിക. നമുക്കെല്ലാം അറിയുന്നത് പോലെ ഭരണഘടനാ സ്വാതന്ത്ര്യമുള്ള സ്ഥാപനങ്ങളുണ്ട്. അതിന് അങ്ങനെയാണ് പറയുക, പാർലമെൻ്ററി വ്യവസ്ഥ അങ്ങനെയാണ്. ഭരണകൂട സ്ഥാപനത്തിൻ്റെ ഭാഗമായിട്ടാണ്, സ്വതന്ത്രമാണെന്നാണ് നമ്മൾ പറയുക പാർലമെൻ്ററി. ഇപ്പം പാർലമെൻ്ററി സംവിധാനം എന്താണ്? ഏതെങ്കിലും ഒരു സമയത്ത് ഒരു അജണ്ടയും പോലും വെക്കാതെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ അകത്തുണ്ടായിരുന്ന സംസ്ഥാനത്തെ ഒരു കടലാസ് കീശയിൽ നിന്ന് എടുത്തിട്ട് ഞാനിനി ഈ ഇന്ത്യയെ രണ്ട് സംസ്ഥാനങ്ങൾ, ഒരു സംസ്ഥാനത്തെ രണ്ട് ഭാഗമാക്കുകയാണ്, രണ്ട് കേന്ദ്രീകൃത ഭാഗമാണ് എന്ന് പറഞ്ഞാൽ കേന്ദ്രത്തിൻ്റെ നേരിട്ടുള്ള കീഴിലുള്ള രണ്ട് ഭാഗമാണ്. സംസ്ഥാനം ഇനി വേണ്ട, ജമ്മു ആൻഡ് കാശ്മീർ, അതിനാ ലഡാക്കും അതുപോലെ തന്നെ ജമ്മുവാക്കിയിട്ട് മാറ്റുകയാണ്, കാശ്മീരുമാക്കി മാറ്റുകയാണ് എന്ന് പറയുമ്പോൾ അതിനപ്പുറം പിന്നെ സബ്ജക്റ്റ് കമ്മിറ്റി ഇല്ല, എവിടെയെങ്കിലും ചർച്ചയില്ല, ഫലപ്രദമായിട്ടൊരു ഇടപെടലില്ല, എം പിമാർക്ക് ഇടപെടാൻ സാധിക്കുന്നില്ല. ആ തലത്തിൽ പാർലമെൻ്ററി വ്യവസ്ഥ തന്നെ വലിയ രീതിയിൽ പരിഹാസ്യമാക്കപ്പെട്ട ഒരു സാഹചര്യം. കഴിഞ്ഞ പ്രാവശ്യത്തെ സംബന്ധിച്ച് തന്നെയാണ് നിയമനിർമ്മാണം നടക്കുമ്പോൾ ആ നിയമനിർമ്മാണത്തിൻ്റെ ഭാഗമായിട്ട് അവിടെ പാർലമെൻറ്റ് ആക്രമിക്കപ്പെട്ട സാഹചര്യത്തെപ്പറ്റി ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ പ്രതിപക്ഷം ആ ആവശ്യം ഉന്നയിച്ച മുഴുവൻ എണ്ണത്തെയും 148 എണ്ണത്തിനെയും പുറത്താക്കി. എന്ത് പാർലമെൻ്ററി ജനാധിപത്യ? ഏത് പാർലമെൻ്ററി ജനാധിപത്യത്തെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? 148 എണ്ണത്തിനെയും പുറത്താക്കിയിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നിയമം നിർമ്മിക്കും. അങ്ങനെ നിയമം നിർമ്മിച്ചു. ആര് ചർച്ച ചെയ്തിരിക്കുന്നത്? എത്ര പ്രധാനപ്പെട്ട വകുപ്പുകൾ ഉൾച്ചേർന്നിട്ടുള്ള ചർച്ച നടന്നത്? ഒരു ചർച്ചയും നടന്നിട്ടില്ല. പക്ഷേ നിയമം പാസ്സായി. പരിഹാസ്യമായ പാർലമെൻ്ററി സംവിധാനമാണ് രൂപപ്പെട്ടത്. ഇപ്പോൾ പാർലമെൻ്ററി വ്യവസ്ഥ ഇങ്ങനെ. ഇനി ഭരണകൂട സ്ഥാപനങ്ങളായിട്ട് കാണുന്ന ED, പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ നേതാക്കന്മാർക്കെതിരായിട്ട് ED പ്രയോഗിക്കും. ED ഒരു പ്രയോഗമായിപ്പോൾ. അത് കാലുമാറിയിട്ട് BJP ആയാൽ പിന്നെ ആ പ്രയോഗമില്ല, അതപ്പം നിൽക്കും. എന്തൊരു അത്ഭുതകരമായ രീതിയാണ്. ഒരേ വ്യക്തി വേറെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി ആകുമ്പോൾ ED, ഞാനിപ്പോൾ ഇനി BJP തന്നെയാണ്, ആ BJP ആണെങ്കിൽ ED ഇല്ല. ഇത് എന്ത് ഭരണഘടനാ സ്ഥാപനമാണ്? ഏത് ഭരണഘടനാ സ്ഥാപനത്തെ പറ്റിയാണ് പറയുന്നത്? CBI ഇതേപോലെ തന്നെ.
NIA ഉൾപ്പെടെയുള്ള മുഴുവൻ സംവിധാനങ്ങളും, ഇലക്ഷൻ കമ്മീഷൻ, കോടതിയിലേക്ക് അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. എക്സിക്യൂട്ടീവിൻ്റെ തീരുമാനമനുസരിച്ച് ജഡ്ജിമാർ വേണം എന്ന് യാതൊരു ഉളുപ്പുമില്ലാതെ പറയാൻ സാധിച്ച നിയമവകുപ്പ് മന്ത്രിയുള്ള രാജ്യമാണ് ഇന്ത്യ. സാധാരണ നമ്മൾ ജഡ്ജിമാരെ തീരുമാനിക്കുന്നത് കൊളീജിയം സംവിധാനത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. കൊളീജിയം സംവിധാനം എന്ന് പറഞ്ഞാൽ ജഡ്ജിമാരാണ്. അത് ജനാധിപത്യപരമായ രീതിയിൽ പരിഷ്കരിക്കണം, അത് കാര്യത്തിൽ എനിക്ക് തർക്കമില്ല. പക്ഷേ പരിഷ്കരിക്കണം എന്ന് പറഞ്ഞാൽ പരിഷ്കരണം ജനാധിപത്യപരമാവണ്ടേ? ഇവിടെ ആഭ്യന്തരം തീരുമാനിക്കുന്നതിന് അടിസ്ഥാനപ്പെടുത്തിയിട്ട് ജഡ്ജിമാർ വേണം എന്ന് സുപ്രീം കോടതിയോട് ആജ്ഞാപിക്കുന്ന ഒരു ഭരണ സംവിധാനം നിലനിൽക്കുകയാണ്. ഈ ഭരണകൂട വ്യവസ്ഥ നിലനിൽക്കുകയാണ് ഇന്ത്യയിൽ. പിന്നെ എന്ത് കോടതിയെ സംബന്ധിച്ചാൽ പറയുക, ഏത് ജഡ്ജിയെ സംബന്ധിച്ചാൽ പറയുക? എത്ര കാലമാണ് ഈ സ്വതന്ത്രമായ നിലപാട് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന ഈ സംവിധാനത്തെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ സാധിക്കുക? ഈ പശ്ചാത്തലത്തിൽ സാധിക്കില്ല. ഇപ്പോൾ തന്നെ അതിൻ്റെ പ്രവണതകൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട്, ഇത് കോടതിയായിട്ട് ബന്ധപ്പെട്ട്. ഇനി ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെ നമുക്ക് സൂക്ഷ്മമായിട്ട് പരിശോധിച്ച് നോക്കിയാൽ കാണാൻ സാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതെന്താ? ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. ഓരോന്നും എടുത്ത് ഇലക്ഷൻ കമ്മീഷൻ ചീഫ് ജസ്റ്റിസുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ച ചെയ്ത് തീരുമാനിക്കണം എന്നാണ് ഇപ്പോൾ തീരുമാനിച്ചു. ഇലക്ഷൻ കമ്മീഷൻ തീരുമാനിക്കുക, ഇപ്പോൾ നിങ്ങളൊന്നും ചർച്ച ചെയ്യേണ്ട കാര്യമില്ല, അതും എക്സിക്യൂട്ടീവ് തീരുമാനിക്കുന്നതാണ്. ഭരണകൂട ഘടനയ്ക്ക് എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി, ലെജിസ്ലേച്ചർ, ഫോർത്ത് എസ്റ്റേറ്റ് എന്ന് പറയുന്ന മാധ്യമ ശൃംഖലകൾ ചേർന്നാണ് ഭരണകൂടം. ഈ ഭരണകൂട വ്യവസ്ഥയിൽ എക്സിക്യൂട്ടീവും ജുഡീഷ്യറിയും ഫോർത്ത് എസ്റ്റേറ്റ് എന്ന് പറയുന്ന മാധ്യമ ശൃംഖലകളും മാറ്റമില്ലാതെ തുടരുന്നതാണ്. മാറ്റമുണ്ടാകുന്ന ഒരേ ഒരു ഘടകം ഭരണകൂടത്തിൻ്റെ 1/4 ലെജിസ്ലേച്ചറാണ്. അതാണ് ഈ അസംബ്ലിയും പാർലമെൻറ്റും എന്നൊക്കെ പറയുന്നത്. അതിൽ മാത്രമേ തെരഞ്ഞെടുപ്പുള്ളൂ, ബാക്കിയെല്ലാം നിലവിലുള്ളതിനെ തുടരുകയാണ്. ആ നിലവിലുള്ളത് തന്നെ തുടർന്നുകൊണ്ടിരിക്കുന്ന ഭരണകൂട സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ഇന്നത്തെ ഇന്ത്യൻ പരിതസ്ഥിതിയിൽ ഇതിനെയെല്ലാം പരിഹാസ്യമാക്കിയിട്ട് എക്സിക്യൂട്ടീവ് സർവാധിപത്യം നടപ്പിലാക്കുന്ന ഒരു സ്ഥിതിയാണ് ഇന്ത്യയിൽ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ എവിടെയാണ് ഈ പറയുന്ന വൈവിധ്യം ഉണ്ടാകുക? എല്ലാ തരത്തിലും കോടതിയെ സംബന്ധിച്ചിടത്തോളം കോടതി ജഡ്ജിമാരെ തീരുമാനിക്കുന്നത് എക്സിക്യൂട്ടീവായിരിക്കണം, ഇലക്ഷൻ കമ്മീഷനെ തീരുമാനിക്കുന്നത് എക്സിക്യൂട്ടീവായിരിക്കണം. ഇനി പിന്നെ EDAയും അതുപോലെ തന്നെ മറ്റുള്ളതിനെല്ലാം തീരുമാനിക്കുന്നത് മുഴുവൻ ഇപ്പോൾ അവർ തന്നെയാണല്ലോ. CBI ഉൾപ്പെടെയുള്ളതെല്ലാം തീരുമാനിക്കുന്നത് അവർ തന്നെയാണ്, എക്സിക്യൂട്ടീവ് തന്നെയാണ്. അപ്പോൾ എക്സിക്യൂട്ടീവ് കൈകാര്യം ചെയ്യുന്നത് ഭരണവർഗത്തിൻ്റെ നേതൃത്വ ശക്തിയാണ്. അതിപ്പോഴും BJP ആണ്, RSS ആണ് അതിൻ്റെ ന്യൂക്ലിയസായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കരുത്ത്. ആ കരുത്തുള്ള വിഭാഗം ഏകത്വത്തിലേക്ക് നീക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴൊന്നുമല്ല, മുമ്പേ അങ്ങനെ തന്നെയാണ്. റിപ്പബ്ലിക് അംഗീകരിക്കാത്തവരാണ് RSSും BJP. അന്ന് BJP ഇല്ല, RSS, ഹിന്ദു വർഗീയവാദികൾ അംഗീകരിച്ചിരുന്നില്ല അവർ. ഈ റിപ്പബ്ലിക്ക് ശരിയായ റിപ്പബ്ലിക് അല്ല എന്നാണ്. ഇതെന്തൊരു കാര്യം? ഇങ്ങനെ കേന്ദ്രത്തിനാണ് മുഴുവൻ അധികാരം വേണ്ടത്, ഈ സംസ്ഥാനങ്ങൾ വേണ്ടതില്ല എന്നാണ്. ഫെഡറൽ സംവിധാനം വേണ്ടെന്ന് പറഞ്ഞവരവർ. അന്നും അതെ ഇന്നും അതെ. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജമ്മു ആൻഡ് കാശ്മീരിനെ വെട്ടി 2 ആക്കിയിട്ട് ഇനിയും വേണമെങ്കിൽ മാറ്റാം. ഇപ്പോൾ അവരെ മുദ്രാവാക്യം 100 ആയതെന്താ? 100 സംസ്ഥാനം ആയതെന്താ കുഴപ്പം? അതിൽ വൈവിധ്യം പറ്റുന്ന അപ്പം അതിൻ്റെ അർത്ഥം എന്താ പറഞ്ഞാൽ സംസ്ഥാനം ഇല്ലാതാകുക എന്നാണ്. അതാണിപ്പോൾ സ്റ്റാലിൻ പറഞ്ഞത്, തമിഴ്നാട് മുഖ്യമന്ത്രി. ഇത് മുനിസിപ്പാലിറ്റി ആക്കിയിരിക്കുകയാണ്, സംസ്ഥാനത്തെ മുനിസിപ്പാലിറ്റി ആക്കിയിരിക്കുകയാണ് എന്ന് വെറുതെ പറഞ്ഞതല്ല. ഈ അടിസ്ഥാനത്തിലാണ് പറഞ്ഞത്. കേരളം ഒരു സംസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് കിട്ടേണ്ടുന്ന ആനുകൂല്യങ്ങളൊന്നും തരാൻ തയ്യാറില്ല കേന്ദ്രം. അത് രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ടാണ് തരാതിരിക്കുന്നത്, വേറെ എന്തെങ്കിലും കാരണം കൊണ്ടല്ല. ഈ കേരളം പോലെ ഒരു ഇന്ത്യ അംഗീകരിക്കുന്ന ലോകത്ത് തന്നെ വിവിധ സന്ദർഭങ്ങളിൽ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ അകത്ത് നിലനിൽക്കുന്ന ഒരു സംസ്ഥാനമായിട്ട് പോലും രാജ്യം പരിഗണിക്കുന്ന പോലെ പരിഗണിക്കുന്ന ഒരു നാടായി ഈ കേരളം. COVID-19 വന്നപ്പോൾ എല്ലാറ്റിനെയും പരിഗണിക്കുന്ന കൂട്ടത്തിൽ വേറെ സംസ്ഥാനങ്ങളെ പറ്റിയൊന്നും അമേരിക്ക പോലും ചർച്ച ചെയ്തില്ല. പക്ഷേ കേരളത്തെപ്പറ്റി ചർച്ച ചെയ്തിട്ടുണ്ട്. കേരളം ഒരു രാജ്യം പോലെയാണ് ചർച്ച ചെയ്തത്. പ്രത്യേകതയുണ്ട് കേരളത്തിൻ്റെ. കേരള മോഡൽ വെറുതെ ഉണ്ടായതൊന്നുമല്ല. കേരള മോഡൽ നമുക്ക് ഇതും കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. കേരള മോഡലും കൂടി പറഞ്ഞ് അവസാനിപ്പിച്ചാളിയാ. കേരള മോഡൽ എന്ന് പറയുമ്പോൾ ഇപ്പോഴും ചില പത്രങ്ങൾ പറയുന്നത് പോലെ, നിങ്ങളെ മാതൃഭൂമി ഉൾപ്പെടെ ഏതെങ്കിലും ഒറ്റപ്പെട്ട കാര്യം ചൂണ്ടിക്കാണിച്ചിട്ട് ഇതാണോ കേരള മോഡൽ എന്ന് ചോദിക്കും. അതൊന്നുമല്ല കേരള മോഡൽ. കേരള മോഡൽ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ മറ്റിതര സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി പാവപ്പെട്ട മനുഷ്യൻ്റെ, പട്ടികജാതിക്കാരൻ്റെ, പട്ടികവർഗക്കാരൻ്റെ, പിന്നോക്ക സമുദായക്കാരൻ്റെ, മുന്നോക്ക സമുദായത്തിൻ്റെ പിന്നോക്കം നിൽക്കുന്നവൻ്റെ, കർഷക തൊഴിലാളിയുടെ, കൃഷിക്കാരൻ്റെ, ചെത്തുതൊഴിലാളിയുടെ, നെയ്ത്ത് തൊഴിലാളിയുടെ, കശുവണ്ടി തൊഴിലാളിയുടെ, ചുമട്ട് തൊഴിലാളിയുടെ, ഓട്ടോറിക്ഷ തൊഴിലാളിയുടെ ജീവിതം മെച്ചപ്പെട്ട ഗുണമേന്മയുള്ള ജീവിതമാക്കാൻ സാധിച്ച ഇന്ത്യയിലെ ഒരേ ഒരു സംസ്ഥാനം ഈ കേരളമാണ് എന്നുള്ളതാണ് കേരള മോഡൽ. അല്ലാണ്ട് വേറെ ഒന്നുമല്ല കേരള മോഡൽ. അവിടെ കാണുന്ന ഏതെങ്കിലും ചൂണ്ടിക്കാണിച്ചിട്ട് ഇതാണോ കേരള മോഡൽ എന്ന് ചോദിച്ചാൽ അതല്ല കേരള മോഡൽ. ഇതാ കേരള മോഡൽ. ലക്ഷക്കണക്കിന് മനുഷ്യന് ജീവിക്കാൻ,
ഏത് ഇന്ത്യൻ സംസ്ഥാനത്തേക്കാളും മുമ്പോട്ടേക്ക് വന്ന് അതിൻ്റെ വിദ്യാഭ്യാസപരമായിട്ടുള്ള ആരോഗ്യപരമായിട്ടുള്ള ഏത് പശ്ചാത്തലത്തിലും മുമ്പോട്ടേക്ക് പോകാൻ സാധിച്ച ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാനം എന്ന രീതിയിലുള്ള പ്രത്യേകതയിൽ നിന്നാണ് അമർത്യ സെൻ ലോകത്തിലെ മുതലാളിത്ത സമൂഹത്തിൻ്റെ ഭാഗം തന്നെയാണ് കേരളവും. കേരളം സോഷ്യലിസമൊന്നുമല്ല, കേരളം കമ്മ്യൂണിസമല്ല. കേരളം ഇന്ത്യയിലെ കുത്തക മുതലാളിത്തത്തിൻ്റെയും കോർപ്പറേറ്റ് മാനേജ്മെൻറ്റിൻ്റെയും ഇപ്പോഴാണെങ്കിൽ സവർണ മേധാവിത്വത്തിൻ്റെ നിയന്ത്രണത്തിലുള്ള ഏകാധിപത്യ സമീപനത്തിൻ്റെയും ഭാഗമായി നിൽക്കുന്ന ഒരു ഭരണ സംവിധാനമാണ്, ഒരു ഭരണകൂട വ്യവസ്ഥയാണ്. ആ ഭരണകൂട വ്യവസ്ഥക്കകത്താണ് കേരളം ഈ രൂപത്തിൽ പ്രത്യേകതയോടുകൂടി മുമ്പോട്ടേക്ക് വന്നത്. അതിനും ഒരുപാട് കാരണങ്ങൾ ഞാൻ ആ ചരിത്രത്തിലൊന്നും കിടക്കുന്നില്ല. ഭൂബന്ധത്തിൽ വന്ന മൗലികമായ മാറ്റമാണ് കേരളത്തിൻ്റെ അടിസ്ഥാനപരമായ മാറ്റത്തിന് അടിസ്ഥാനം. ഭൂബന്ധത്തിൽ വന്ന മൗലികമായ മാറ്റം, ജന്മിത്വം അവസാനിപ്പിച്ച് വെച്ചുകാണൽ, കങ്കാണി, നൂരി, മുക്കാല്, വാശി, മാറ്റിമുടക്കൽ, കല്ലും തോലും വെച്ചുകെട്ടൽ, അന്ധവിശ്വാസ ജടിലമായ നിലപാടുകൾ, ഇതെല്ലാം പൂർണ്ണമായിട്ട് മാറ്റി ജന്മിത്വം അവസാനിപ്പിക്കാനായ ഇന്ത്യയിൽ നിലനിൽക്കുന്ന ഒരേ ഒരു സംസ്ഥാനം ഈ കേരളമാണ് എന്നുള്ളത് കൊണ്ടാണ് കേരള മോഡലിലേക്ക് പോകാൻ ഈ കേരളത്തിന് സാധിച്ചത്. ഇല്ലെങ്കിൽ സാധിക്കില്ല. ഈ പ്രത്യേകത കൊണ്ടാണ്, വെറുതെയല്ല. 1957 മുതൽ വിദ്യാഭ്യാസ മേഖലയിൽ നടപ്പിലാക്കിയ അതിശക്തമായ മുന്നേറ്റത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ആധുനിക കേരളം ഉണ്ടായത്. ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തെക്കാളും അഭ്യസ്തവിദ്യരായ യുവതി യുവാക്കളുള്ള നാടാണ് കേരളം. ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തെക്കാളും അഭ്യസ്തവിദ്യരായ യുവതി യുവാക്കളുള്ള നാടാണ് കേരളം. അത് ഞാൻ ബോധപൂർവം പറയുകയാണ്. ഇന്ത്യയിലെ അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാരൊക്കെ ഉണ്ട്, അതെല്ലാം പ്രമാണീൻ്റെ മക്കളാണ്. വലിയ ഭൂപ്രമാണീൻ്റെ ഉദ്യോഗസ്ഥന്മാരുടെ എല്ലാ വലിയ വലിയ ആളുകളുടെ അവരുടെ മക്കളാണ് ഈ പറയുന്ന അഭ്യസ്തവിദ്യരായ യുവതി യുവാക്കൾ. ഇവിടെ ഇന്ന് ഈ കേരളത്തിൽ ഏത് പട്ടികജാതിക്കാരൻ്റെയും ഏത് പട്ടികവർഗ്ഗക്കാരൻ്റെയും ഏത് പിന്നോക്കക്കാരൻ്റെയും ഏത് കർഷക തൊഴിലാളിയുടെയും ഏത് കൃഷിക്കാരൻ്റെയും വീട്ടിൽ അഭ്യസ്തവിദ്യരായ യുവതി യുവാക്കളുണ്ട്. കോരി വാരിയെടുക്കാനുള്ള അഭ്യസ്തവിദ്യരുള്ള ഈ ഇന്ത്യയിലെ ഒരേ ഒരു നാട് ഈ കേരളമാണ്. അത് വിദ്യാഭ്യാസത്തിൻ്റെ 57 EMS ഗവൺമെൻറ് മുതൽ തുടർന്നു വന്ന നിരവധിയായ ഇടപെടലിൻ്റെ ഭാഗമായി ഈ കേരളം രൂപപ്പെട്ട ഒന്നാണ്. അതിനെ അതിനെപ്പോലും തകർക്കാനാണ് ഭരണവർഗം ഗവർണറെ ഉപയോഗപ്പെടുത്തിയിട്ട് കാവ്യവൽക്കരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഉന്നത വിദ്യാഭ്യാസം മുഴുവൻ തകർക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം വൈവിധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല കൈകാര്യം ചെയ്യുന്നത്. വൈവിധ്യത്തിൻ്റെ എല്ലാ അർത്ഥത്തിലുമുള്ള അതിൻ്റെ വ്യാപ്തി മുഴുവൻ തകർത്ത് ഏകത്വത്തിലേക്ക്, സ്വാസ്ഥ്യത്തിലേക്ക് ഈ രാജ്യത്തെ നയിക്കുന്നതിന് വേണ്ടിയുള്ള ഗൗരവപൂർണമായ ഒരവസ്ഥയിലേക്ക് പോകുന്ന സന്ദർഭത്തിൽ മാതൃഭൂമി ഏതായാലും ഇങ്ങനെ ഒരു വിഷയം വെച്ച് ചർച്ച ചെയ്തത് വളരെ നന്നായി എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ അവരെ അഭിനന്ദിക്കുകയാണ്. ഇതൊരാശയാണ്. ഇത് കേവലമായിട്ട് വെറുതെ പറയുന്നൊരു അതും കൂടി പറഞ്ഞോളിയാ. ഒരാശയം അല്ല, ഇതിപ്പം കൂടി പറഞ്ഞോളിയാ, ഇതിൻ്റെ ഒപ്പം തന്നെ പറയാം. ഒരാശയം മനുഷ്യ മസ്തിഷ്കത്തിലേക്ക് പ്രവേശിച്ചാൽ ആ പ്രവേശിച്ച ആശയത്തിന് കണ്ണി ചേർക്കപ്പെട്ട കൂട്ടായ്മ ലഭിച്ചാൽ ആ ആശയം കേവലമായിട്ടുള്ള ഒരാശയം എന്ന നിലയിലല്ല, അത് ഒരു ഭൗതിക ശക്തിയായി ആശയം തന്നെ സൃഷ്ടിക്കുന്ന ഭൗതിക പ്രപഞ്ചത്തെ മാറ്റാൻ കരുത്തുറ്റ ആയുധമായി പടയാളിയായി അതിൻ്റെ ആയുധമായി മാറുമെന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല. നിങ്ങൾ ഏതായാലും ഇങ്ങനെ ഒരു ചർച്ച വെച്ചത് നന്നായി. ഇതിൽ ഇത്രയും വലിയൊരു ജനാവലി പങ്കെടുക്കുന്നു എന്നുള്ളതും ആവേശകരമാണ്. അവരെല്ലാം ഈ പറയുന്ന ചർച്ച കേൾക്കണം. അവരെല്ലാം ഈ ചർച്ചയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കും. എനിക്ക് ഉറപ്പുണ്ട്, പഠിക്കുന്നവരാണ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങളിൽ ഈ ആശയം രൂപപ്പെടുത്താൻ വേണ്ടിയിട്ട് വ്യത്യസ്തതയുണ്ടാകും. ആ വ്യത്യസ്തത വെച്ചുകൊണ്ട് തന്നെ പരിശോധിക്കണം. ഞാൻ പറഞ്ഞു നിങ്ങൾ വിശ്വസിക്കൊന്നും വേണ്ട, എനിക്ക് അങ്ങനത്തെ ഒരു നിർബന്ധമില്ല. നിങ്ങളെല്ലാവരും പറയുന്നത് കേട്ട് നിങ്ങൾ തീരുമാനിച്ചാൽ മതി. ആ തീരുമാനത്തിലേക്ക് പോകാനാണ് മോഡറേറ്റർ ഉൾപ്പെടെ ഇവിടെ ഇരിക്കുന്നത്. ഇവരെല്ലാം ഇവിടെ നിങ്ങളോട് സംസാരിക്കും. ഇനി അവസരം കിട്ടിയാൽ ഞാനും സംസാരിക്കും എന്ന് മാത്രം കൊണ്ട് കാണിച്ചിട്ട് ഞാൻ എൻ്റെ ആദ്യത്തെ അവസരമുണ്ട്. ഒരു റൗണ്ടും കൂടി നമുക്ക് വരാം. ഞാൻ ശ്രീ MM ഹസനിലേക്ക് തന്നെ കടക്കാം. എനിക്ക് തോന്നുന്നു കേന്ദ്ര ഭരണകൂടത്തെക്കുറിച്ചും അല്ലെങ്കിൽ സംഘപരിവാർ BJP അജണ്ടകളെക്കുറിച്ചും ഗോവിന്ദൻ മാഷ് പറഞ്ഞ കാര്യത്തിനോട് ചേർന്ന് തന്നെയായിരിക്കും ശ്രീ MM ഹസനും സംസാരിക്കുക. കാരണം കേരളത്തിൽ അവർ ഗുസ്തി പിടിക്കുന്നുണ്ടെങ്കിലും ഈ വിഷയത്തിൽ ആശയപരമായി ഒന്നിക്കുന്നവരാണ് കോൺഗ്രസും CPM-ഉം എന്ന് ഞാൻ കരുതുന്നു, അല്ലെങ്കിൽ എല്ലാവരും കരുതുന്നു. പക്ഷേ ഒരു ബഹുസ്വരതയെക്കുറിച്ചുള്ള നമ്മുടെ സംസാരം വരുമ്പോൾ ഉത്തരേന്ത്യയിൽ പ്രത്യേകിച്ചും കോൺഗ്രസ് ഒരു മൃദു ഹിന്ദു സമീപനം സ്വീകരിക്കുന്നുണ്ട് എന്നൊരു ആക്ഷേപം വളരെ പ്രബലമാണ്. അത് CPM പോലും ഉന്നയിക്കുന്ന ഒരു ആക്ഷേപമാണ്. നമ്മുടെ ഇന്ത്യയുടെ ബഹുസ്വരതയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഇതൊരു വലിയ കോൺഗ്രസിനൊരു ഒരു ഒരു ഭാണ്ഡക്കെട്ടായി തോന്നുന്നുണ്ടോ ശ്രീ ഹസൻ? ശശീന്ദ്രൻ്റെ ഈ ചോദ്യത്തിന് ഞാൻ ഉത്തരം പറയാം.
ആദ്യം താങ്കൾ ഗോവിന്ദൻ മാസ്റ്ററോട് ചോദിച്ച ചോദ്യം എന്നോട് ചോദിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചു. കാരണം നമ്മുടെ ബാല്യ കൗമാര കാലഘട്ടങ്ങളിൽ നമുക്ക് അനുഭവപ്പെട്ട ഒരു ബഹുസ്വര സമൂഹത്തിൻ്റെ ജീവിതം ഇപ്പോൾ അനുഭവപ്പെടുന്നുണ്ടോ എന്നല്ലേ ചോദിച്ചത്. ഞാൻ ഈ തിരുവനന്തപുരത്ത് ജനിച്ചു വളർന്നയാളാണ്. എൻ്റെ കുട്ടിക്കാലത്തെ ഓർമ്മകൾ, ആ ചോദ്യത്തിന് ഉത്തരം പറയാൻ ഞാൻ ഏറ്റവും പ്രധാനമായി അവലംബിക്കുന്നത് തിരുവനന്തപുരത്തെ ഏറ്റവും പ്രശസ്തമായ ക്ഷേത്രമാണ് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രം. തിരുവനന്തപുരത്തിന് പേര് കിട്ടിയത് തന്നെ അനന്തപത്മനാഭൻ്റെ നാടെന്നുള്ളതിലേക്കാണ്. ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ എല്ലാ വർഷവും ഉത്സവം, അൽപ്പശി ഉത്സവത്തിനോട് സമാപനമായി ഒരു ആറാട്ട് നടക്കും. മഹാരാജാവ് ആണ് ആറാട്ട് നയിക്കുന്നത്. രാജവാഴ്ച അവസാനിച്ചപ്പോൾ നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ്റുമായി ഉണ്ടാക്കിയ കവനൻറ്റിൽ ആ ആറാട്ടിന് പട്ടാളം, പോലീസ്, ഗവൺമെൻറ് സംവിധാനമെല്ലാം വിട്ടുകൊടുക്കണം. ആറാട്ട് തുടങ്ങുന്നത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ അവിടെ നിന്നാണ്. അത് നേരെ നമ്മുടെ വള്ളക്കടവ് വഴി, ഇപ്പോൾ വിമാനത്താവളം അവിടെ ആ ഗേറ്റൊക്കെ പോയി മതിൽ കെട്ടി, എന്നാലും ഇപ്പോൾ ഗേറ്റ് തുറന്നു കൊടുക്കും. വിമാനത്താവളത്തിലെ ആ റൺവേയിലൂടെ രാജാവ് കടപ്പുറത്ത് ചെന്ന് അവിടെ ഈ വിഗ്രഹം അവിടെ പോയി അവിടെ രാജാവ് കുളിച്ച് തൊഴുത് മടങ്ങും. അതിലൊരു പ്രത്യേകത, ഈ കടന്നു പോകുന്ന വഴി എന്ന് പറയുന്നത് പടിഞ്ഞാറേക്കോട്ട ഭാഗങ്ങളിൽ ബ്രാഹ്മണരും ഹിന്ദുക്കളും ധാരാളം താമസിക്കുന്ന സ്ഥലമാണ്. എന്നാൽ പടിഞ്ഞാറേക്കോട്ട കഴിഞ്ഞ് ഇഞ്ചക്കൽ ജംഗ്ഷൻ കഴിയുമ്പോൾ വള്ളക്കടവ് മുസ്ലിങ്ങൾ ഭൂരിപക്ഷം മാത്രമുള്ള ഒരു പ്രദേശം. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് ആ വിഗ്രഹം എഴുന്നള്ളിച്ച് കൊണ്ടുപോകുന്ന ആറാട്ട്. എൻ്റെ കുട്ടിക്കാലത്ത് ഈ ആറാട്ടിൻ്റെ മുന്നോടിയായി ഇവിടെ പഞ്ചപാണ്ഡവന്മാരെ എല്ലാവരെയും കെട്ടി നിർത്തിക്കൊണ്ട് ഒരു 10-12 ദിവസത്തെ ഉത്സവമുണ്ട്. ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ പോവും, അധികതാകാരക്ഷേപം കേൾക്കും, അവിടുത്തെ കഥാപ്രസംഗം കേൾക്കും. ഈ ആറാട്ട് കടന്നു പോകുന്ന വഴിയിൽ മുസ്ലിം പള്ളിയുണ്ട്. അത് സന്ധ്യാസമയത്താണ് പോകുന്നത്. മുസ്ലിം വീടുകളിലെല്ലാം രാജാവും ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ വിഗ്രഹവും വരുമ്പോൾ ആ കടപ്പുറത്തെ മണൽ വിരിച്ച് കുരുത്തോലകൾ വെച്ച് എല്ലാ വീടുകളിലും മുസ്ലിങ്ങളും ഹിന്ദുക്കളും എല്ലാ ജാതി മതസ്ഥരും അവിടെ വന്ന് രാജാവിനെ തൊഴും, വിഗ്രഹത്തെ വിശ്വസിക്കുന്നവരെ തൊഴും. എത്രമാത്രം ഒരു മത സൗഹാർദ്ദത്തിൻ്റെ, മത സമന്വയത്തിൻ്റെ ഒരു ആഘോഷമായിരുന്നു എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത്. ഇന്നാ കാഴ്ചയില്ല. ഇന്നാ കാഴ്ച കാണാൻ കഴിയില്ല. ഒരു ഹിന്ദു ക്ഷേത്രത്തിൻ്റെ അപൂർവമായിട്ടുണ്ടാവും, ഹിന്ദു ക്ഷേത്രത്തിലെ വിഗ്രഹം എഴുന്നേറ്റിച്ചുകൊണ്ട് ആറാട്ട് നടക്കുമ്പോൾ കടന്നു പോകുന്ന വഴിയിലെ മുസ്ലിം പുരുഷന്മാരും സ്ത്രീകളും വീട്ടുമുറ്റത്ത് വന്ന് നിന്ന് കുരുത്തോല കെട്ടി അവിടെ വരുന്നവർക്ക് സംഭാരം കൊടുത്ത് രാജാവിനെയും ഈ ആറാട്ടിൽ കൊണ്ടുവരുന്ന ശില്പത്തെയും നോക്കി ബഹുമാനത്തോടു കൂടി അവർ ആരാധിക്കും. ഇന്നത്തെ സ്ഥിതി അതാണോ? ഇന്ന് അങ്ങനെ ആരും വരില്ല. എന്തുകൊണ്ട്? കാരണം ജാതിയുടെ മതത്തിൻ്റെ പേരിലുള്ള സ്പർദ്ധ അങ്ങ് അതിൻ്റെ പാരമ്യത്തിലെത്തി നിൽക്കുന്നു. ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുണ്ട്, കുട്ടിക്കാലത്ത് ഈ രാമപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചർച്ചകൾ നടന്നപ്പോൾ എൻ്റെ കുട്ടിക്കാലത്ത് ഞങ്ങൾ മുസ്ലിം വീടുകളിൽ സദ്യ എല്ലാം ഇടകലർന്ന് ജീവിക്കുകയല്ലേ നമ്മൾ, ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും. സന്ധ്യാനാമം അവർ ജീവിക്കും. ഞങ്ങളിവിടെ സന്ധ്യയ്ക്ക് മഗ്‌രിബ് നമസ്കരിക്കും. അടുത്ത വീട്ടിൽ നിന്ന് കേൾക്കുന്ന സന്ധ്യാനാമം ഞാൻ 4ാം ക്ലാസ്സിൽ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ്റെ കൂട്ടുകാരോട് ചോദിച്ചു, രാമ രാമ പാഹിമ മുകുന്ദ രാമ പാഹിമ, രാമഭാഗം ചേർക്കളി മുകുന്ദ രാമ പാഹിമ. ഞാൻ അങ്ങോട്ട് ചോദിച്ചു, ആരാണ് ശ്രീരാമൻ എന്ന് എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ എൻ്റെ കൂട്ടുകാരോട് ചോദിച്ചത് ഞാൻ ഓർക്കുന്നു. ശ്രീരാമൻ്റെ പേരിൽ, അമ്പലത്തിൻ്റെ പേരിൽ, ജാതിയുടെ പേരിൽ, മതത്തിൻ്റെ പേരിൽ ഇന്ന് വളർന്നു വരുന്ന യുവതലമുറയിൽ അന്ന് എൻ്റെ കുട്ടിക്കാലത്തുണ്ടായിരുന്ന ആ ഒരു മനോഭാവം ഉണ്ടോ എന്നെനിക്ക് സംശയമാണ്. ആരാണിത് ഈ മനോഭാവം ഇല്ലാതാക്കിയത്? ആരാണ് ഇങ്ങനെയുള്ള ഒരു കലുഷിതമായ അന്തരീക്ഷം ഉണ്ടാക്കിയത്? നമ്മുടെ രാജ്യം ഒരു മതേതര രാഷ്ട്രമാണ്. മതേതരത്വത്തിൻ്റെ ആത്മാവെന്ന് പറയുന്നത് ബഹുസ്വരതയാണ്. ആ ബഹുസ്വരത ഇന്ന് ശ്രീ ശശീന്ദ്രൻ ചോദിച്ചതുപോലെ ഒരുപാട് വെല്ലുവിളികൾ നേരിടും.
ഒരുപാട് ഭീഷണികൾ നേരിടുന്നു. രാജ്യത്തിൻ്റെ ദേശീയതയെ വളർത്തി ആ ദേശീയ വികാരത്തിലൂടെയാണ് രാജ്യത്ത് നിലനിന്ന അടിമത്തത്തെ അവസാനിപ്പിച്ചുകൊണ്ട് മഹാത്മാഗാന്ധി ദേശീയതയെ ഏറ്റവും കൂടുതൽ പ്രായോഗികമായി വിനിയോഗിച്ച ആൾ മഹാത്മാഗാന്ധിയാണ്. ജാതി മത പ്രാദേശിക ഭാഷാ വ്യത്യാസമില്ലാതെ നമ്മളെല്ലാം ഇന്ത്യക്കാരാണ് എന്ന വികാരമാണ് ദേശീയത. ആ ദേശീയ വികാരം ആളിക്കത്തിച്ച് കൊളോണിയലിസത്തിനെതിരായിട്ടുള്ള സമരത്തിൽ മഹാത്മാഗാന്ധി മതചിഹ്നങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. എന്തിനാണ്? ഇന്ത്യയിലെ മുസ്ലിമിനെയും ഹിന്ദുവിനെയും പാഴ്സിയെയും സിഖുകാരനെയും ക്രിസ്ത്യാനിയെയും ഈ വൈദേശിക ആധിപത്യത്തിനെതിരായിട്ടുള്ള പോരാട്ടത്തിൽ ഒരുമിച്ച് നിർത്താനാണ്. അതിന് കുറെ കൂടി പുറകിലോട്ട് പോയാൽ ചരിത്രമുണ്ട്, ഞാനത് അടുത്ത റൗണ്ടിൽ പറയാം. ഇപ്പോൾ അങ്ങ് ചോദിച്ച ആ ബഹുസ്വരതയെ തകർക്കുന്നതിൻ്റെ പല കാര്യങ്ങളും ഗോവിന്ദൻ മാഷൂടെ പറഞ്ഞു. ഞാൻ അതിനോടെല്ലാം യോജിക്കുകയാണ്. കാരണം ഈ നമ്മുടെ ദേശീയത എന്ന് പറയുന്നത് ഭരണഘടനാ ദേശീയത എന്ന് നമ്മളിപ്പോൾ അതിനെ വിശേഷിപ്പിക്കും. എന്താണ് ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്നത്? സ്വാതന്ത്ര്യം, സമത്വം, നീതി എല്ലാവർക്കും അത് ലഭ്യമാക്കുന്ന ഒരു ഭരണഘടന. നമ്മുടെ ബഹുസ്വരതയുടെ അടിസ്ഥാനം അതാണ്. ഇന്ന് ആ ബഹുസ്വരതയെ തകർത്ത് അവിടെ മതദേശീയത കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. അതാണ് ഗോവിന്ദൻ മാഷൂടെ പറഞ്ഞത്. ഇതിനെ ഒരു മതരാഷ്ട്രമാക്കാൻ ശ്രമിക്കുകയാണ്. ഇന്ത്യ ഒരു മതേതര രാഷ്ട്രമായത് നൂറ്റാണ്ടുകളുടെ പരസ്പരം സഹവർത്തിത്വത്തിൻ്റെയും സഹകരണത്തിൻ്റെയും സമന്വയത്തിൻ്റെയും എല്ലാമുള്ള ഒരു യാത്രയുടെ അന്ത്യമായിരുന്നു. നമ്മുടെ സ്വാതന്ത്ര്യ സമര ചരിത്രം പരിശോധിച്ചാൽ അറിയാം. രാജാറാം മോഹൻ റായിൽ തുടങ്ങി മഹാത്മാഗാന്ധിയിൽ അവസാനിച്ച ഹിന്ദു മതത്തിലെ അനാചാരങ്ങൾക്ക് അന്ധവിശ്വാസങ്ങൾക്കെല്ലാം എതിരായിട്ടുള്ള സാമൂഹ്യ പരിഷ്കരണ പ്രക്രിയ, അതാണ് ഇന്ത്യൻ നവോത്ഥാന ചരിത്രം. ആ സാമൂഹ്യ പരിഷ്കരണം അതിവിടെ പറഞ്ഞല്ലോ. ആരാ? രാജാറാം മോഹൻ റായ്, പിന്നീട് വരുന്നു ദേവേന്ദ്രനാഥ ടാഗോർ, കേശവ ഭദ്ര, പിന്നീട് സ്വാമി വിവേകാനന്ദൻ, ശ്രീരാമകൃഷ്ണ പരമഹംസൻ, അങ്ങനെ വന്ന അവസാനം ബ്രഹ്മസമാജം, ആര്യസമാജം, ദയാനന്ദ സരസ്വതി, ആനി ബെസന്റ്, ഇവരെല്ലാം ഉണ്ടാക്കിയ ആര്യസമാജം, ബ്രഹ്മസമാജം, ഈ ആനി ബെസന്റിൻ്റെ നേതൃത്വത്തിലുണ്ടാക്കിയ തിയോസഫിക്കൽ സൊസൈറ്റി, അതിനെല്ലാം ഇവിടെ പ്രസക്തി എന്താണെന്ന് ചോദിച്ചാൽ അവരുടെ സാമൂഹ്യ പരിഷ്കരണമാണ്. ഹിന്ദു മതത്തിലുള്ള അവർ നടത്തിയ പരിഷ്കാരങ്ങളാണ് ദേശീയ പ്രബുദ്ധത വളർത്തിയത്. ആ ദേശീയ പ്രബുദ്ധതയാണ് മഹാത്മാഗാന്ധി ദേശീയ വികാരമാക്കി രൂപപ്പെടുത്തി ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ എല്ലാ മതവിഭാഗങ്ങളും ഒരുമിച്ച് നിന്ന് രാജ്യത്തെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കാനുള്ള ആ സ്വാതന്ത്ര്യ സമരത്തിൽ പ്രയോജനപ്പെടുത്തി. അതാണ് വാസ്തവത്തിൽ ഇന്ത്യയുടെ മതനിരപേക്ഷതയായി മാറിയത്. ഇന്ത്യയുടെ ഭരണഘടന, അങ്ങനെ ചോദ്യത്തിലേക്ക് വരികയാണ്. ഗോവിന്ദൻ മാഷ് വളരെ വിശാലമായ ക്യാൻവാസിൽ വരച്ചതുകൊണ്ട് ക്യാൻവാസിൽ വരച്ചതുകൊണ്ട് ഞാനും പെട്ടെന്ന് വരാം. അപ്പൊ ആ മതനിരപേക്ഷത അത് ഇന്ത്യയുടെ ഭരണഘടന ഉണ്ടാക്കിയത് സ്വാതന്ത്ര്യ സമര സേനാനികൾ ആണല്ലോ അത് മുഖ്യ പങ്ക് വഹിച്ചത്. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ പങ്കെടുത്തവരുടെ ഇപ്പോൾ ജാതി ചോദിക്കരുത് പറയരുത് എന്നൊക്കെ പറയുന്ന ഈ കേരളത്തിൽ അറിയാതെ ഞാനൊന്ന് ആലോചിച്ചു പോവുക, ഭൂരിപക്ഷം ആളുകൾ ഹിന്ദുക്കളായിരുന്നു. മൗലാന അബുൽ കലാം ആസാദോ അങ്ങനെയുള്ള ദേശീയ മുസ്ലിങ്ങളായിട്ടുള്ള കുറേ ആളുകൾ, ഭൂരിപക്ഷം ഹിന്ദുക്കളുള്ള ഭരണഘടനാ സമിതിയാണ് ഇന്ത്യൻ ഭരണഘടന മതനിരപേക്ഷമായ ഭരണഘടനയാണെന്ന് തീരുമാനിച്ചു. അതാണ് ബഹുസ്വരതയുടെ അടിസ്ഥാനം. ഇന്നിപ്പോൾ ഇവിടെ വേണ്ടതെന്താ? മതദേശീയത കൊണ്ടുവന്ന് രാജ്യത്തിൻ്റെ മതേതരത്തെ തകർക്കുന്നു. അതിൻ്റെ കൈവഴികൾ മാഷ് പറഞ്ഞതാണ്. എന്താണ്? പൗരത്വ നിയമം കൊണ്ടുവരുന്നു, മുത്തലാഖ് നിരോധിക്കുന്നു, എന്താണ് ഏക സിവിൽ കോഡ് കൊണ്ടുവരുന്നു. ഇപ്പോൾ ഇന്ത്യ രാജ്യത്ത് പിന്നെ സന്ദീപ് വാര്യരോട് രാഷ്ട്രീയം പറയുന്നു എന്ന് പരിഭവിക്കരുത്. പ്രധാനമന്ത്രി പറഞ്ഞു മോഡിയുടെ ഗ്യാരണ്ടി. പക്ഷേ പ്രധാനമന്ത്രി കൊടുത്ത ഗ്യാരണ്ടി 10 കൊല്ലത്തിനകം നടപ്പിലാക്കിയത് അദ്ദേഹം ലോക്സഭയിൽ അവസാനം പറഞ്ഞത്, യോഗി ആദിത്യനാഥും പറഞ്ഞത്, ഞങ്ങൾ രാമക്ഷേത്രം പണിയെന്ന് പറഞ്ഞു. പണിതു. തീർച്ചയായിട്ടും കൊടുത്ത ഗ്യാരണ്ടി
നടപ്പിലാക്കി, സമ്മതിച്ചു. പക്ഷേ രാമക്ഷേത്രത്തെ തുടർന്നുള്ള അതിൻ്റെ പ്രതിഷ്ഠയെ സംബന്ധിച്ച തർക്കങ്ങളിലേക്കല്ല ഞാൻ കിടക്കുന്നത്. അതിനകത്താണ് ശ്രീ ശശീന്ദ്രൻ്റെ ചോദ്യം വരുന്നത്. ഉത്തരേന്ത്യയിൽ കോൺഗ്രസ് ഒരു മൃദു ഹിന്ദുത്വ സമീപനം സ്വീകരിക്കുന്നു. ഹിന്ദുത്വം ഒന്നേ ഉള്ളൂ, അത് മൃദു തീവ്രമായിട്ടുള്ള ഹിന്ദുത്വം അല്ലാതെ മൃദു ഹിന്ദുത്വമൊന്നുമില്ല. മൃദു ഹിന്ദുത്വം എന്നൊക്കെ പറയുന്നത് പേരിട്ട് വിളിക്കുന്നതാണ്. അത് ഈ ഗോവിന്ദൻ മാഷും ഇടതുപക്ഷ ബുദ്ധിജീവികളും ഞങ്ങളാണോ നിങ്ങളാണോ RSSനെയും BJPയും സ്ട്രോങ്ങായിട്ട് എതിർക്കുന്നത് എന്നുള്ള ഒരു മത്സരത്തിലാണ് ഇപ്പോൾ ഏർപ്പെട്ടിരിക്കുന്നത്. ഞങ്ങളാണ് ഏറ്റവും ശക്തിയായി എതിർക്കുന്നത് എന്ന് ഗോവിന്ദൻ മാഷ് പറയുന്നു. ഞാൻ അതിനെ നിഷേധിക്കുന്നു. കാരണം ഇവരെ ഇതൊക്കെയാണെങ്കിലും എതിർക്കുന്നവരാണ്, ഇല്ലെന്നല്ല ആശയപരമായി. പക്ഷേ കേരളത്തിന് വേണ്ടി ചില അന്തർധാരകളുണ്ട് എന്നാണ് ഞങ്ങളുടെ പരാതി. ആ അന്തർധാരകൾ വേറെ ഒന്നിനും വേണ്ടിയിട്ടല്ല. കേരളം ഭരിക്കുകയല്ലേ, കേന്ദ്രം ഭരിക്കുന്നത് BJP അല്ലേ. അപ്പോൾ പല കാര്യങ്ങളും ഇപ്പം കേന്ദ്ര അവഗണനയ്ക്കെതിരായി ഇപ്പോൾ ഏറ്റവും 7 വർഷം കഴിഞ്ഞപ്പോഴാണ് മാഷ് കൂട്ടരും ഡൽഹിയിലേക്ക് പോയത്. ധനകാര്യ കമ്മീഷൻ്റെ റിപ്പോർട്ട് വന്നിട്ട് നാളെ എത്രയായി? ഞാൻ അതിലേക്കല്ല. അപ്പോൾ ഈ മൃദു ഹിന്ദുത്വം എന്ന് പറയുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലായി. അതെ, ഞാൻ അതിലേക്ക് വരാം. കാരണം ഈ രാമക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് ആണ് പറയുന്നത്. അപ്പോൾ രാഹുൽ ഗാന്ധി ക്ഷേത്രത്തിൽ പോയി തൊഴുതു, അത് മൃദു ഹിന്ദുത്വത്തിൻ്റെ ഭാഗമാണെന്ന് പ്രചരിപ്പിക്കുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ വർഗ സ്വഭാവം ശ്രീ ശശീന്ദ്രൻ എല്ലാവർക്കും അറിയാമല്ലോ. ഇതൊരു മതേതര പാർട്ടിയാണ്. ഇന്ത്യയുടെ മതേതരത്വത്തിൻ്റെ ഏറ്റവും വലിയ ആദ്യത്തെ രക്തസാക്ഷിയാരാ? മഹാത്മാഗാന്ധി. എന്തിനാ മഹാത്മാഗാന്ധിയെ ഗോഡ്സെ വെടിവെച്ച് വന്നത്? മഹാത്മാഗാന്ധി ജീവിച്ചിരുന്നാൽ ഇന്ത്യയിൽ ഒരു ഹിന്ദു രാഷ്ട്രം കെട്ടിപ്പടുക്കാൻ ഒക്കില്ല, അല്ലേ? പക്ഷെ മഹാത്മാഗാന്ധി രാമനെ ആരാധിക്കുന്ന, ദൈവമായി ആരാധിക്കുന്ന മഹാത്മാഗാന്ധിയുടെ രാമനെയാണ് ഞങ്ങൾ കോൺഗ്രസ്സുകാർ ഹിന്ദുക്കളും ആരാധിക്കുന്നത്, മുസ്ലിങ്ങൾ ആദരിക്കുന്നത്. അപ്പോൾ ഉത്തരേന്ത്യയിലെ കോൺഗ്രസ് പ്രവർത്തകരിൽ വലിയൊരു വിഭാഗം ഹിന്ദുക്കളാണ്. അവർ ഈശ്വരവിശ്വാസികളാണ്. മതവിശ്വാസികളല്ലാത്തവരുണ്ടാവും. ജവഹർലാൽ നെഹ്റുവിനെ പോലെ മതവിശ്വാസികളല്ലാത്തവരുണ്ട്. ജവഹർലാൽ നെഹ്റുവിൻ്റെ പാരമ്പര്യം നിങ്ങൾക്കറിയാമല്ലോ. ഒരു സുപ്രഭാതത്തിൽ അയോധ്യ രാമരി മസ്ജിദിൽ രാമവിഗ്രഹം പ്രത്യക്ഷപ്പെട്ടു, സ്വയംഭൂവായി പ്രത്യക്ഷപ്പെട്ടതാണെന്ന് പറഞ്ഞു. അവിടുത്തെ കളക്ടർ KK നായർ പ്രധാനമന്ത്രിയോട് വിളിച്ചു പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? അതെടുത്ത് ആ സരയൂ നദിയിൽ എറിയാൻ പറഞ്ഞു. അങ്ങനെയുള്ള ജവഹർലാൽ നെഹ്റുവും രാമനെ ദൈവമായി ആരാധിക്കുന്ന മഹാത്മാഗാന്ധിയും തികഞ്ഞ മതവിശ്വാസിയായ പരിശുദ്ധ ഖുർആൻ ഉറുദുവിലേക്ക് തർജ്ജമ ചെയ്ത ആദ്യത്തെ ഒരു പരിഭാഷകനായ മൗലാന അബുൽ കലാം ആസാദും അങ്ങനെയുള്ള ആളുകളെല്ലാം ഉൾക്കൊള്ളുന്ന പാർട്ടിയാണ് കോൺഗ്രസ്. അപ്പോൾ ഞങ്ങൾ കോൺഗ്രസ് പ്രവർത്തകർ അയോധ്യ ക്ഷേത്രത്തിന് ക്ഷണിച്ച ഉടനെ എന്താ നിങ്ങൾ മറുപടി പറയാത്തത് എന്നാണ് എന്നോട് ബിനോയ് വിശ്വം ചോദിച്ചത്. നിങ്ങളെന്തിനാണ് ചാഞ്ചാടിയത്? അയോധ്യ ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠയിൽ പങ്കെടുക്കാൻ ഞങ്ങളെ വിളിച്ചു. വിളി ആത്മാർത്ഥമായിട്ടുള്ളതല്ലെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. കല്യാണം വിളിക്കും പോലെയാണ്. ഇഷ്ടമില്ലാത്ത ആളുകളെ കല്യാണം വിളിക്കാൻ ഒരു കുറി അയച്ചിട്ട് പറയും, അതെ ക്ഷണിച്ചിട്ടുണ്ട് കേട്ടോ, സൗകര്യം ഉണ്ടെങ്കിൽ വരണം. ഇന്ദിരാഗാന്ധിയെ, സോണിയാഗാന്ധിയെ വിളിച്ചു, അജീർ ചൗധരിയെ വിളിച്ചു, ഖാർഗയെ വിളിച്ചു. പാർട്ടിയല്ലല്ലോ, വ്യക്തികളെ വിളിച്ച്. ഞങ്ങൾ ആലോചിച്ചു, ഞങ്ങൾ പങ്കെടുക്കുന്നില്ല. എന്താ പങ്കെടുക്കാത്തത്? ഈ പ്രതിഷ്ഠ ഒരു മതപരമായ ചടങ്ങാക്കി മാറ്റി അതിലൂടെ രാഷ്ട്രീയ മുതലെടുപ്പാൻ ശ്രമിച്ചു. അതുകൊണ്ട് അവിടെ ഞങ്ങൾ പോയില്ല. എന്തുകൊണ്ട് ക്ഷണം വൈകി? അത് ഇത് സോഫ്റ്റ് ഹിന്ദുത്വമാണ്. ഇതാണല്ലോ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഹിന്ദു മതവിശ്വാസികളും മുസ്ലിം മതവിശ്വാസികളും ക്രൈസ്തവ മതവിശ്വാസികളും സിഖ് മതവിശ്വാസികളും ഉൾക്കൊള്ളുന്ന ഒരു മതേതര പാർട്ടിയാണ്. ഞങ്ങൾ ഈശ്വരവിശ്വാസത്തെയും മതവിശ്വാസത്തെയും രാഷ്ട്രീയ ചൂഷണത്തിന് വിനിയോഗിക്കുന്നതിനെ എതിർക്കുന്നു. എന്നാൽ മതവിശ്വാസം പ്രകടിപ്പിക്കാനും ആരാധിക്കുവാനും സ്വാതന്ത്ര്യം അനുവദിച്ചിട്ടുള്ള പാർട്ടിയാണ്. അപ്പം BJP വലിയ തോതിൽ ഈ മതവിശ്വാസത്തെ ചൂഷണം ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ചെറിയ തോതിൽ കോൺഗ്രസും അത് ശ്രമിക്കുന്നു എന്നുള്ളതാണല്ലോ ഈ മൃദു ഹിന്ദുത്വം എന്ന് പറയുന്നത്. അങ്ങനെ ഒരു മൃദു ഹിന്ദുത്വം കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്നില്ല. ഓക്കെ, ഞങ്ങൾക്കതാണ് ഞങ്ങളുടെ നിലപാട്. ഓക്കെ, വളരെ വ്യക്തമാണ്. അടുത്തത് സന്ദീപ് വാര്യരുടെ ഊഴമാണ്. ഞാൻ ശൈശവവും കൗമാരത്തിലേക്ക് വരുന്നില്ല, കാരണം നമുക്ക് സമയപരിമിതികളുണ്ട്.
ഈ രണ്ടുപേരെയും ആയി താരതമ്യം ചെയ്യുമ്പോൾ ഒരു ഇളമുറക്കാരനാണ് സന്ദീപ്. രണ്ടുപേരും പറഞ്ഞ പല ആരോപണങ്ങൾക്കും മറുപടി പറയേണ്ട ബാധ്യത താങ്കൾക്കുണ്ട് എന്നെനിക്കറിയാം. ഇന്ത്യയുടെ ബഹുസ്വരത ഇത്രമാത്രം ആശങ്കപ്പെടുത്തുന്നു എന്ന് രണ്ടുപേരും ചൂണ്ടിക്കാട്ടുകയുണ്ടായി. താങ്കൾക്ക് അതിനുള്ള പ്രതിരോധം എന്താണ്? അല്ലെങ്കിൽ താങ്കൾ എങ്ങനെയാണ് ഈ ആരോപണങ്ങളെ നേരിടാൻ പോകുന്നത്? ഏതാണ്ട് അരമണിക്കൂറോളം ശ്രീ എം വി ഗോവിന്ദൻ ഇവിടെ പാർട്ടി ക്ലാസ് എടുത്തു. അതിനുശേഷം ഹസൻ സാറും വളരെ വിപുലമായിട്ട് സംസാരിച്ചു. സൂചിപ്പിച്ചതുപോലെ ഇവർ രണ്ടുപേരും അവരുടെ പ്രായത്തിനനുസരിച്ചിട്ടുള്ള പരാമർശങ്ങൾ നടത്തി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ തീർച്ചയായിട്ടും ഇവിടെ സംസാരിക്കാനും ഞാൻ അഡ്രസ്സ് ചെയ്യാനും ആഗ്രഹിക്കുന്നത്, ഇവിടെ ഞാൻ പറഞ്ഞത് കേട്ടാൽ മനസ്സിലാകുന്ന യുവതലമുറയിലെ ആളുകൾ എൻ്റെ മുന്നിൽ ഇരിക്കുന്നുണ്ട് എന്നുള്ള വിശ്വാസത്തിൽ അവരെയാണ് കൂടുതലായി അഡ്രസ്സ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമത്തെ കാര്യം ബഹുസ്വരത. ഇവർ ഊന്നൽ കൊടുക്കുന്നത് ബഹുസ്വരതയിലാണ്. ബഹുസ്വരതയെക്കുറിച്ചല്ല, നമ്മുടെ ഭരണഘടനാ ശില്പികൾ തന്നെ ബഹുസ്വരതയോളം അല്ലെങ്കിൽ അതിൽ കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടുള്ളത് രാജ്യത്തിൻ്റെ അഖണ്ഡതയ്ക്കാണ്, ഏകത്വത്തിനാണ്. അതുകൊണ്ട് തന്നെയാണ് കുറച്ച് കാലം കഴിയുന്ന സമയത്ത് ഒരു കൺസെൻസ് ഉണ്ടാവുന്ന സമയത്ത് നിങ്ങൾ യൂണിഫോം സിവിൽ കോഡിലേക്ക് മാറണം, യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവരണം എന്ന് ഭരണഘടനാ ശില്പികൾ തന്നെ മാർഗനിർദ്ദേശ തത്വങ്ങളിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ആർട്ടിക്കിൾ 370 ഒരു ടെമ്പററി പ്രൊവിഷനായിട്ട് ഉൾപ്പെടുത്തിയത്. അതൊരു സ്ഥായി ആയിട്ടുള്ള പ്രൊവിഷനായിട്ട് ഉൾപ്പെടുത്താതിരുന്നത്. ഇന്നല്ലെങ്കിൽ നാളെ കാശ്മീർ ഇന്ത്യയുടെ പൂർണ്ണമായിട്ടുള്ള സംസ്ഥാന പദവിയുള്ള ഒരു സംസ്ഥാനം മാത്രമായി മാറണം എന്ന് നേരത്തെ തന്നെ തീരുമാനിക്കപ്പെട്ടത് കൊണ്ടാണ് അതങ്ങനെ ഉൾപ്പെടുത്തപ്പെട്ടത്. അപ്പം നമ്മുടെ ഭരണഘടനാ ശില്പികളാണെങ്കിലും നമ്മുടെ ദേശീയ നേതാക്കളാണെങ്കിലും എല്ലാവരും തന്നെ ഇവരിപ്പോൾ പ്രചരിപ്പിക്കുന്നത് പോലെ ബഹുസ്വരത നാനാത്വം എന്നുള്ളതിലുപരിയായി രാജ്യത്തിൻ്റെ ഐക്യത്തിന്, ഞാനത് പറയുമ്പോൾ ഞാൻ ഒട്ടും അപ്പോളജറ്റിക് അല്ല. യെസ്, ഞങ്ങൾ ഈ രാജ്യത്തെ ഒറ്റക്കെട്ടായി ഒറ്റ രാജ്യമായി മാറ്റാൻ തന്നെയാണ് ഞങ്ങൾ പരിശ്രമിക്കുന്നത്. അതിനുവേണ്ടി ജനങ്ങളെ അത് കൺവിൻസ് ചെയ്ത് ജനങ്ങളുടെ വോട്ട് വാങ്ങി. ഇവർ പറയുന്നത് പോലെ ഞങ്ങൾ ഏതെങ്കിലും പിൻവാതിലൂടെ വന്നൊന്നും അല്ലല്ലോ. ഗോവിന്ദൻ മാഷിന്റെ പാർട്ടി ഈ രാജ്യത്ത് പ്രതിപക്ഷത്തുണ്ടായിരുന്ന പാർട്ടിയാണ്. അവർ പരിശ്രമിച്ച് പരാജയപ്പെട്ടതാണ് കോൺഗ്രസിനെ താഴെ ഇറക്കാൻ. ഞങ്ങൾ ഒരു ബദൽ രാഷ്ട്രീയം കൊണ്ടുവന്ന് അത് ജനങ്ങളുടെ മുന്നിൽ വെച്ച് ജനങ്ങളുടെ അംഗീകാരം വാങ്ങി തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് അധികാരത്തിൽ വന്നിട്ടുള്ളതാണ്. ഒരു തവണയല്ല, 2 തവണ പൂർണ്ണ ഭൂരിപക്ഷത്തോടു കൂടി അധികാരത്തിൽ വന്നതാണ്. തീർച്ചയായിട്ടും ജനങ്ങൾക്ക് കൊടുത്ത വാഗ്ദാനങ്ങൾ പാലിക്കേണ്ട ബാധ്യത ഞങ്ങൾക്കുണ്ട്. അത് ഞങ്ങൾ പാലിച്ചു. അത് അഭിമാനത്തോടു കൂടി പറയുന്നു. ഇവിടെ നോക്കൂ, ഞാൻ എൻ്റെ മുന്നിലിരിക്കുന്ന ചെറുപ്പക്കാരെയാണ് അഡ്രസ്സ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് പറയാൻ കാരണം, ഈ ബഹുസ്വരത, പ്ലൂരാലിറ്റി എന്നൊക്കെ പറയുന്നതിൽ ഒരുപക്ഷെ ഇന്നത്തെ തലമുറയ്ക്ക് കുറച്ചുകൂടി ഞാൻ പറയുന്നത് മനസ്സിലാവുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. നമുക്ക് ഒരു 10-30 വർഷം മുമ്പ് അല്ലെ 50 വർഷം മുമ്പ് നമുക്കിതൊക്കെ പറയുന്ന സമയത്ത് നമുക്ക് അതിനെ ഒരു ഐഡിയോളജിക്കലായിട്ടൊക്കെ സമീപിക്കാറ്. ഇന്നിപ്പോൾ ടെക്നോളജിയൊക്കെ ഏറ്റവും ആധുനികമായിട്ടുള്ള ടെക്നോളജി മുന്നിലിരിക്കുന്ന സമയത്ത് ലോകം മുഴുവൻ, ഇന്ത്യ മാത്രമല്ല ലോകം മുഴുവൻ നമ്മുടെ കൈപ്പിടിയിലേക്ക് ഒതുങ്ങിയൊരു കാലഘട്ടമാണ്. ലോകം മുഴുവൻ ആ സമയത്ത് ലോകം തന്നെ ഒരു ഗ്ലോബൽ വില്ലേജായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരേ സമയത്താണ് ലോകത്ത് നടക്കുന്ന പല കാര്യങ്ങളും നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നത്, മറ്റ് പല സ്ഥലങ്ങളിൽ നടക്കുന്നത്. അപ്പം ഒരു പ്ലൂരാലിറ്റിയെ കുറിച്ചല്ല, ലോകം തന്നെ ഒരു ഏകത്വത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ആ സമയത്ത് നമ്മൾ ബഹുസ്വരതയിൽ നിന്നാൽ മതി എന്നൊക്കെ പറയുന്നതിൻ്റെ ആത്യന്തികമായിട്ടുള്ള പ്രശ്നം എന്ന് പറയുന്നത് ഇവർ 2 പേരുടെയും കച്ചവടം പൂട്ടിയിരിക്കുകയാണ് ഈ രാജ്യത്ത്. ഇനി ഇവരുടെ വാക്കുകൾ ആരും വിശ്വസിക്കാൻ പോകുന്നില്ല. ഇവരുടെ സംബന്ധിച്ചിടത്തോളം ഒരു പൊളിറ്റിക്കൽ പോയിന്റ്സും സ്കോർ ചെയ്യാനില്ല, മുദ്രാവാക്യങ്ങളില്ല. മുദ്രാവാക്യം നഷ്ടപ്പെട്ടവരാ. ഇപ്പം പറഞ്ഞല്ലോ 9 വർഷക്കാലം കേന്ദ്ര അവഗണന എന്ന് പറഞ്ഞ് സമരം ചെയ്യാൻ അവർക്ക് പറ്റിയിട്ടില്ല. ഇപ്പോൾ 10ാം വർഷമാണ് പോയിരിക്കുന്നത് കേന്ദ്ര അവഗണന പറഞ്ഞിട്ട്. ഞാനിപ്പോൾ അത് തർക്കിക്കാൻ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് ഉറപ്പുണ്ട്, ഞാൻ ഫാക്ച്വലായിട്ടുള്ള രേഖകൾ വെച്ച്, ഫാക്ച്വലായിട്ടുള്ള കാര്യങ്ങൾ വെച്ച് കേന്ദ്ര അവഗണന ഇല്ല എന്ന് എനിക്ക് സമർത്ഥിക്കാൻ എനിക്ക് സാധിക്കും. സമയമുണ്ടെങ്കിൽ ഞാൻ ഇരിക്കാം, രാത്രി 12 മണി വരെ ഉണ്ടെങ്കിൽ ഇരിക്കാം. അവർക്കത് തെളിയിക്കാൻ സാധിക്കില്ല എന്ന് എനിക്ക് പൂർണ്ണമായ ബോധ്യമുണ്ട്. പക്ഷേ എല്ലാ രാഷ്ട്രീയ മുദ്രാവാക്യങ്ങളും നഷ്ടപ്പെട്ട്, എല്ലാ ആയുധങ്ങളും നഷ്ടപ്പെട്ട് നിൽക്കുന്ന 2 രാഷ്ട്രീയ പാർട്ടികൾ, രാജ്യത്ത് പ്രസക്തി നഷ്ടപ്പെട്ടവർ ഇപ്പൊ അവസാനത്തെ വാക്കുകൾ ചില ജാർഗൺസിൽ കയറി പിടിക്കുകയാണ്. അസഹിഷ്ണുത, അതല്ലെങ്കിൽ ബഹുസ്വരത തകർക്കുന്നു. ഇതല്ല, ഇതിലപ്പുറം ഇവർക്കൊരു പൊളിറ്റിക്കലായിട്ടൊന്നും പറയാനില്ല, രാഷ്ട്രീയമായിട്ട് പരാജയപ്പെടുത്താൻ സാധിക്കുന്നില്ല എന്നാണ് ഇവരെ പ്രധാനപ്പെട്ട പ്രശ്നം. മറ്റൊന്ന്, ഇദ്ദേഹം തന്നെ സൂചിപ്പിച്ച പല കാര്യങ്ങളുണ്ട്. ഗവർണറെ ഉപയോഗിക്കുന്നു. നോക്കൂ, തൊട്ടപ്പുറത്തിരിക്കുന്ന ഹസൻ സാറിൻ്റെ പാർട്ടിയാണ് ഈ രാജ്യത്ത്
100-ലധികം തവണ ഭരണഘടനയെ ദുരുപയോഗിച്ചുകൊണ്ട് ഈ രാജ്യത്തെ സംസ്ഥാന സർക്കാരുകളെ പിരിച്ചുവിട്ടിട്ടുള്ളത്. ഈ രാജ്യത്ത് ഞാൻ നേരത്തെ കഴിഞ്ഞ സെഷനിൽ ഞാൻ പറഞ്ഞതാണ്, അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് രാജ്യത്തെ ഭരണഘടന തന്നെ നിശ്ചലമാക്കിക്കൊണ്ട് പ്രതിപക്ഷത്തെ മുഴുവൻ ജയിലിലടച്ച ഒരു പാരമ്പര്യമുള്ള രാഷ്ട്രീയ പാർട്ടിക്കാർ ഇവിടെ വന്നിരുന്നു ഇപ്പോൾ ഭരണഘടനയെക്കുറിച്ചും സ്വാതന്ത്ര്യത്തെക്കുറിച്ചും ഫാസിസത്തെക്കുറിച്ചൊക്കെ വാചാലരാവുകയാണ്. അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു. അദ്ദേഹം എന്താ പറഞ്ഞത്? ഞങ്ങൾ ഇന്ത്യയെ മതരാഷ്ട്രമാക്കി മാറ്റാൻ ശ്രമിക്കുന്നു. അല്ല സർ, ഞങ്ങൾ ഇന്ത്യയെ ഒരു ട്രൂ സെക്യുലർ കൺട്രിയാക്കി മാറ്റാനാണ് ആഗ്രഹിക്കുന്നത്. ട്രൂ സെക്യുലർ കൺട്രി. നിങ്ങൾ പറഞ്ഞതുപോലെയല്ല. ഏതുപോലെ? മൻമോഹൻ സിംഗ് പറഞ്ഞതുപോലെയല്ല. ഈ രാജ്യത്തെ വിഭവങ്ങളുടെ 80% ഈ രാജ്യത്തെ വിഭവങ്ങളുടെ ഭൂരിപക്ഷം അവകാശവും ആദ്യത്തെ അവകാശികൾ മുസ്ലിങ്ങളാണ് എന്ന് പറഞ്ഞൊരു പ്രധാനമന്ത്രി രാജ്യത്തുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രശ്നം എവിടേക്കാണ് നോക്കൂ. മുത്തലാഖ് നിരോധിച്ചു. നോക്കൂ, ഇക്വാലിറ്റിയെ കുറിച്ചാണല്ലോ ഇവിടെ പറഞ്ഞത്. എൻ്റെ മുന്നിൽ സ്ത്രീകൾ ഇരിക്കുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവരുന്നു. ഇതൊക്കെ വാസ്തവത്തിൽ ഈ രാജ്യത്തെ ഇക്വാലിറ്റിക്ക് വേണ്ടി, തുല്യതയ്ക്ക് വേണ്ടിയിട്ടുള്ള നിയമനിർമ്മാണങ്ങളല്ലേ നടക്കുന്നത്? അത്തരം പുരോഗമനപരമായിട്ടുള്ള നിലപാടുകൾക്കൊപ്പം നിന്നിരുന്ന ഗോവിന്ദൻ മാഷറെ പാർട്ടി ഇപ്പോൾ തരം കിട്ടിയപ്പോൾ ഗോൾ പോസ്റ്റ് ഷിഫ്റ്റ് ചെയ്യുകയാണ്. നേരത്തെ മുഴുവൻ യൂണിഫോം സിവിൽ കോഡിന് വേണ്ടി വാദിച്ചിരുന്നവർ, മുത്തലാഖ് നിരോധനത്തിന് വേണ്ടി വാദിച്ചിരുന്നവർ, ശരിയല്ലാത്ത ശരീഅത്ത് നിരോധിക്കണം എന്ന് പറഞ്ഞ് പ്രസ്താവന ഇറക്കി പുലിവാല് പിടിച്ച EMSന്റെ പാർട്ടിക്കാരാണ്. എന്നിട്ട് ഇപ്പോൾ തരം കിട്ടിയപ്പോൾ ഗോൾ പോസ്റ്റ് മാറിയിരിക്കുകയാണ്. ഇപ്പോൾ സൗകര്യം അതാണ്. സൗകര്യത്തിന് വേണ്ടി നിലപാട് മാറ്റുന്ന പരിപാടി ഞങ്ങൾക്കില്ല. ഞങ്ങളുടെ നിലപാട് അന്നും അതാണ്, ഇന്നും ഇതാണ്. ഇവരത് രാഷ്ട്രീയമായിട്ട്, ഞാൻ പറഞ്ഞോട്ടെ, ഇത്രയും നിലപാടെടുത്തല്ലേ, രാഷ്ട്രീയമായ സൗകര്യത്തിന് വേണ്ടി നിലപാടുകൾ സ്വീകരിക്കുകയാണ് CPM-ഉം കോൺഗ്രസും ഇക്കാര്യത്തിൽ ചെയ്യുന്നത്. നോക്കൂ, യൂണിഫോം സിവിൽ കോഡിന്റെ കാര്യവും മുത്തലാഖിന്റെ കാര്യവും തന്നെ എടുക്കാം. യൂണിഫോം സിവിൽ കോഡ് വന്നാൽ ഇവിടെ ആരുടെ എന്ത് സ്വാതന്ത്ര്യം നഷ്ടപ്പെടാൻ പോകുന്നത്? യൂണിഫോം സിവിൽ കോഡ് ഇന്ന് തന്നെ ബഹുഭൂരിപക്ഷം സിവിൽ നിയമങ്ങളും നമ്മുടെ രാജ്യത്ത് എല്ലാവർക്കും തുല്യമായിട്ടുള്ള നിയമങ്ങളാണ്. 4 സംഗതികളിലാണ് യൂണിഫോം സിവിൽ കോഡ് ബാധകമായിട്ടുള്ളത്. അതായത് ഏതൊക്കെയാണ്? വിവാഹം, വിവാഹമോചനം, ദത്തെടുക്കൽ, സ്വത്തവകാശം. ഈ 4 വിഷയങ്ങളിലേ ഉള്ളൂ. ഞാൻ ചോദിക്കട്ടെ, എൻ്റെ മുന്നിലിരിക്കുന്ന സ്ത്രീകൾക്ക് അവരുടെ സഹോദരന്മാരെക്കാൾ പകുതി സ്വത്ത് മാത്രം കൊടുത്താൽ മതി എന്ന് പറയുന്നത് അതൊരു മതവിഭാഗത്തിന്റെ അവകാശമായിട്ട് എങ്ങനെയാ കരുതാൻ സാധിക്കുക? അവർ പറയുന്നത് ഭരണഘടന ഉറപ്പ് നൽകുന്ന മതപരമായ വിശ്വാസത്തിന്മേൽ കടന്നു കയറിയെന്ന്. ആ ഭരണഘടന വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഹസൻ സാർ മനസ്സിലാക്കണം. എന്താ ഭരണഘടന പറഞ്ഞിട്ടുള്ളത്? നിങ്ങളുടെ മതപരമായിട്ടുള്ള വിശ്വാസം ഭരണഘടന തന്നെ ഉറപ്പ് നൽകുന്ന മൗലികാവകാശമായിട്ടുള്ള തുല്യതയ്ക്കെതിരാണെങ്കിൽ, ഫണ്ടമെന്റൽ റൈറ്റ്സിനെതിരാണെങ്കിൽ അവിടെ ബാധകമാവുന്നത് ആ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ്. ഉദാഹരണത്തിന്, ഏതെങ്കിലും ഹിന്ദു നാളെ പോയിട്ട് ഞാൻ സതിയിൽ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് നടപ്പാക്കി കൊടുക്കാനുള്ള ബാധ്യത നമ്മുടെ രാജ്യത്തിനില്ല. കാരണം അത് നിങ്ങളുടെ മതപരമായിട്ടുള്ള അവകാശമായിട്ട് ഭരണഘടന നിങ്ങൾക്ക് ഉറപ്പ് തരുന്നില്ല. കാരണം അവിടെ ജീവിക്കാനുള്ള സ്ത്രീയുടെ അവകാശം നഷ്ടപ്പെടുകയാണ്, തുല്യതയ്ക്കുള്ള അവകാശം നഷ്ടപ്പെടുകയാണ്. ഇവിടെ ആരെ തൃപ്തിപ്പെടുത്താൻ അവർ നോക്കുന്നത്? ഈ രാജ്യത്തെ സംഘടിതമായിട്ടുള്ള മതന്യൂനപക്ഷ വോട്ട് ബാങ്കിന് വേണ്ടി അങ്ങേയറ്റത്തെ പ്രീണന രാഷ്ട്രീയവുമായിട്ട് നടക്കുന്ന ഈ 2 കൂട്ടരെയും രാജ്യം തിരസ്കരിച്ചു കളഞ്ഞു. ഈ രാജ്യത്ത് ഇവരുടെ കട പൂട്ടിക്കഴിഞ്ഞു. ആ കട പൂട്ടിയ 2 ആളുകൾ, എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ 2 പ്രത്യയശാസ്ത്രങ്ങളാണ് ഇവിടെ ഇരിക്കുന്നത്. എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞവരാണ്. കേരളം മാത്രം ഒരു തുരുത്തായിട്ട് ഇപ്പോൾ ഇവിടെ മാറി നിൽക്കുകയാണ്. അപ്പോൾ മാഷ് കേരള മോഡലിനെ കുറിച്ച് പറഞ്ഞു. ഈ കേരള മോഡൽ വാസ്തവത്തിൽ നമ്മൾ തിരുവനന്തപുരത്തിരുന്നിട്ടാണ് സംസാരിക്കുന്നത്. ഇവിടുത്തെ, ഞാൻ അതിനെയൊന്നും തള്ളിപ്പറയും, പൂർണ്ണമായും തള്ളിപ്പറയല്ല, പക്ഷേ നമ്മുടെ സംസ്ഥാനം ഭരിച്ചിട്ടുള്ള തിരുവിതാംകൂർ രാജകുടുംബം അടക്കമുള്ളവരുടെ സംഭാവന അതിലുണ്ട്. മാസ്റ്റർ പാർട്ടിയുടെ മാത്രം സംഭാവനയൊന്നുമല്ല. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ 35 വർഷം ഭരിച്ചല്ലോ ബംഗാൾ, എന്തേ ബംഗാൾ മോഡൽ എന്ന് പറയാത്തത്? എന്തേ ബംഗാൾ മോഡൽ എന്ന് പറയാത്തത്? എന്തേ ത്രിപുര മോഡൽ എന്ന് പറയാത്തത്? അപ്പം നിങ്ങളുടെ പാർട്ടിയുടെ പ്രത്യേകതയോ സവിശേഷതയോ ഒന്നുമല്ല. ഭൂമിശാസ്ത്രപരമായി, ചരിത്രപരമായി നമുക്ക് ചില ആനുകൂല്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. പ്രത്യേകിച്ച് വൈദേശിക ആക്രമണങ്ങൾ ഏറ്റവും കുറവ് കിട്ടിയിട്ടുള്ള ഒരു സ്ഥലമാണ് നമ്മുടേത്. നമ്മുടെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ കൊണ്ട്, ആ കാര്യങ്ങൾ കൊണ്ടും നമ്മുടെ പ്രകൃതി അനുഗ്രഹിച്ച് നൽകിയിട്ടുള്ള നമ്മുടെ പ്രകൃതി സൗന്ദര്യം കൊണ്ടൊക്കെ നമ്മൾ വാസ്തവത്തിൽ എത്രയോ മുൻപിലെത്തേണ്ടതായിരുന്നു. ഇവിടെ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് വെച്ച് കളിക്കുകയാണ്. ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് വെച്ചാണ് കളി മുഴുവൻ. ഈ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് നോക്കുകയാണെങ്കിൽ ലോകത്തെ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളൊക്കെ വളരെ മുൻപിലാണ്, യൂറോപ്പിനേക്കാളും മുമ്പിലാണ്, അതല്ലെങ്കിൽ അമേരിക്കയേക്കാളും മുമ്പിലാണ്. എന്ന് കരുതിയിട്ട് അമേരിക്കയേക്കാൾ സാമ്പത്തികമായിട്ടുള്ള ശക്തിയാണ് ക്യൂബ എന്ന് പറയാൻ പറ്റുമോ? അങ്ങനെ പറയുന്ന ക്യൂബ മൂന്തന്മാരുണ്ടാവാം. ക്യൂബ മാത്തായ സംഭവം, ക്യൂബ എന്നുള്ള മരുന്ന് കാത്തിരിക്കുന്ന ഒരുപാട് പാവങ്ങൾ ഇപ്പോഴും ഉണ്ട് നാട്ടിൽ. അത്ഭുത മരുന്ന് കൊണ്ടുവരുമെന്ന് പറഞ്ഞ ആൾക്കാരാണ്. ഈ രാജ്യത്തിൻ്റെ ആന്തരികമായ ശക്തിയിൽ ഒരു വിശ്വാസവും ഇവർക്കില്ല. അതുകൊണ്ടാണല്ലോ നമ്മുടെ രാജ്യത്തെ സ്ത്രീകൾ, ഞാൻ ഊന്നിപ്പറയാനതാ കാരണം, നമ്മുടെ രാജ്യത്തെ സ്ത്രീകൾ സയന്റിസ്റ്റുകൾ വികസിപ്പിച്ച കോവാക്സിനെതിരായിട്ടുള്ള ഏറ്റവും വൃത്തികെട്ട പ്രചരണം നടത്തിയതാരാ?
ഇവിടെ കൊണ്ടുവന്ന് കെട്ടിപ്പൂട്ടി അകത്ത് വെച്ചില്ലേ ഇവിടുത്തെ ആരോഗ്യമന്ത്രിയും ആരോഗ്യവകുപ്പും? ഇത് ഗുണനിലവാരമില്ലാത്താണെന്ന് അന്താരാഷ്ട്ര തലത്തിലുള്ള മരുന്ന് കമ്പനികൾക്ക് വേണ്ടി ഇവിടെ പ്രചരണം നടത്തിയതാരാ? നമ്മുടെ രാജ്യത്തിൻ്റെ ആന്തരികമായിട്ടുള്ള കഴിവിൽ, ആന്തരികമായിട്ടുള്ള ശക്തിയിൽ, നമ്മുടെ ജനങ്ങളുടെ ശക്തിയിൽ ഇവർക്കൊരു വിശ്വാസവുമില്ല. അതുകൊണ്ടാണല്ലോ തോമസ് ഐസക് പറഞ്ഞത് ഡിജിറ്റൽ എക്കോണമി ഒന്നും ഇവിടെ നടപ്പാവില്ല കേട്ടോ എന്ന്, അല്ലേ? ഓർമ്മയില്ലേ? ഇപ്പോഴും ആ പഴയ കാര്യങ്ങൾ കിടന്ന് കളിക്കാണ്. ഇവരുടെ എല്ലാ പോളിസികളും ഇവരുടെ എല്ലാ നയങ്ങളും തെറ്റാണ്. സർ, ലോകം ഒരുപാട് മുന്നോട്ട് പോയി, ചെറുപ്പക്കാർ ഒരുപാട് മുന്നോട്ട് വന്നു, ശാസ്ത്രം ഒരുപാട് പുരോഗമിച്ചു, ടെക്നോളജി ഒരുപാട് ഡെവലപ്പ് ചെയ്തു, ഈ രാജ്യവും മുന്നോട്ട് പോവുകയാണ്. നിങ്ങളുടെ ഇത്തരത്തിലുള്ള നറേറ്റീവുകൾ ഇനി വിജയിക്കാൻ പോകുന്നില്ല എന്നാണ് ആമുഖമായി പറയാനുള്ളത്. ദീർഘമായിട്ട് ഇങ്ങനെ പറഞ്ഞിട്ട് വാചകസരത്ത് നടത്തിയിട്ട് സംസാരിക്കാനല്ല, ഇനി ഫാക്ച്വലായിട്ട് കണക്കുകൾ വെച്ചിട്ടാണ് കേന്ദ്ര അവഗണനയെക്കുറിച്ച് സംസാരിക്കണമെങ്കിൽ സംസാരിക്കാൻ തയ്യാറാണ്. ഒറ്റ ഉദാഹരണം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇവിടെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ GST കോമ്പൻസേഷൻ കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. GST കോമ്പൻസേഷൻ നിങ്ങൾ ചിന്തിക്കുന്ന കുട്ടികളോട് ഉണ്ടല്ലോ, GST കോമ്പൻസേഷൻ കിട്ടാൻ കേരളത്തിന് അർഹതയുണ്ടോ? അപ്പുറത്തിരിക്കുന്ന ഹസൻ സാറ് പറയട്ടെ. എന്ത് വലിയ ഒരു തെറ്റായിട്ടുള്ള നറേറ്റീവാണ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെ മുഴുവൻ ഇതാ അവഗണിക്കുന്നേ. ദക്ഷിണേന്ത്യൻ ഒരു പ്രത്യേക അജണ്ടയാണത്. രാജ്യത്ത് വിഘടനവാദം വളർത്താൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ള അജണ്ട മാത്രമാണ് ഇത്തരത്തിലുള്ള നറേറ്റീവ് സൃഷ്ടിക്കുന്നത്. അല്ല, അദ്ദേഹം പറഞ്ഞതിന് മറുപടി പറയുകയാണ്. ഇതൊക്കെ അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം പറയുമ്പോൾ താങ്കൾ പറയണമായിരുന്നു വിഷയത്തിൽ ഊന്നി നിൽക്കാൻ. അപ്പോൾ ഭയന്നത് കൊണ്ടോ എന്തോ എനിക്കറിയില്ല. പക്ഷെ ഒരു കാര്യം ഞാനൊരു കാര്യം പറയാം. അദ്ദേഹം പറഞ്ഞതിന് മറുപടി കുറച്ചെങ്കിലും പറയണ്ടേ? പൂർണ്ണമായിട്ടൊന്നും പറയാൻ സമയമില്ലെന്ന് എനിക്കറിയാം. ഈ കട്ടിംഗ് സൗത്ത് പോലെയുള്ള അജണ്ടകളുമായി നടക്കുന്ന ഈ ഇടതുപക്ഷക്കാർ എല്ലാ കാലത്തും ഇന്ത്യൻ ദേശീയതയ്ക്കെതിരായിരുന്നു. EMS തന്നെ എഴുതിയിട്ടുണ്ട്, ഇത് ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ദേശമല്ല, വിവിധ ദേശീയതകളുടെ ഒരു സംഗമം മാത്രമാണെന്ന്. ഞങ്ങൾ അങ്ങനെയല്ല വിശ്വസിക്കുന്നത്. ഈ രാജ്യത്തിന് ആന്തരികമായിട്ടൊരു ശക്തിയുണ്ട്. അത് കാശ്മീർ മുതൽ കന്യാകുമാരി വരെ ശക്തിയുണ്ട്. ഈ രാജ്യം ഒറ്റക്കെട്ടാണ്, ഒറ്റ രാജ്യമാണ്. ആ രീതിയിലേക്ക് ജനങ്ങളെ കൊണ്ടുവരണം. ഒരൊറ്റ കാര്യം പറയാം, ഈ രാജ്യസ്നേഹം, ദേശീയത എന്നൊക്കെ പറയുന്നത് മനുഷ്യൻ്റെ മറ്റ് വികാരങ്ങളെപ്പോലെ ഉണ്ടാവുന്നതല്ല. മനുഷ്യൻ്റെ മറ്റു വികാരങ്ങൾ, വിശപ്പാണെങ്കിലും കാമമാണെങ്കിലും ക്രോധമാണെങ്കിലും ഒക്കെ സ്വാഭാവികമായി ഉണ്ടാകുന്ന വികാരങ്ങളാണ്. രാജ്യസ്നേഹം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഗുരുക്കന്മാരെ ബഹുമാനിക്കണമെന്ന് പറയുന്നത്, അമ്മമാരോടും അച്ഛനോടും സ്നേഹം ഉണ്ടാവണമെന്ന് പറയുന്നത്, അതൊക്കെ നമ്മൾ വളർത്തിയെടുക്കേണ്ട വികാരങ്ങളാണ്. അങ്ങനെ രാജ്യസ്നേഹവും ദേശീയതയും വളർത്തിയെടുക്കാൻ ഞാനും നിങ്ങളും ഉൾപ്പെട്ട മുഴുവൻ രാഷ്ട്രീയ നേതൃത്വത്തിനും ബാധ്യതയുണ്ട്. ദൗർഭാഗ്യവശാൽ ഈ രാജ്യത്തോട് സ്നേഹമില്ലാത്ത രീതിയിൽ പുതിയ തലമുറയെ വളർത്തിയെടുക്കാനാണ് CPM ശ്രമിക്കുന്നത്. അതോടൊപ്പം 6 പതിറ്റാണ്ടുകാലം ഈ രാജ്യം ഭരിച്ച കോൺഗ്രസും ഈ ഇടത് അജണ്ടയിൽ വീണു പോയതിൻ്റെ ദുഃഖം ഞാൻ രേഖപ്പെടുത്തുകയാണ്. നമുക്ക് പരിമിതിയുണ്ട്. ഇനി ഒരു റൗണ്ട് കൂടി പോകാൻ സമയമുണ്ടോ എന്ന് എനിക്കറിയില്ല. നമ്മൾക്ക് നേരെ സദസ്സിൻ്റെ ചോദ്യങ്ങളിലേക്ക് കടക്കാം. സാന്ദീപ് വാര്യരോടാണ് ചോദ്യം. വൈവിധ്യത്തെ എന്തിനാണ് നിങ്ങൾ ഭയപ്പെടുന്നത്? രണ്ടാമത്തെ ചോദ്യം, RSS ഉണ്ടായിട്ട് 100-ാം വർഷമാണത്. ഈ വർഷം ഹിന്ദുരാഷ്ട്രമായി ഇന്ത്യയെ പ്രഖ്യാപിക്കുമോ? ഞങ്ങൾ വൈവിധ്യങ്ങളെ ഭയപ്പെടുകയല്ല. ആ വൈവിധ്യത്തോട് വൈവിധ്യപൂർണ്ണമായി തന്നെ സംവദിച്ച് ജനാധിപത്യ ഇടങ്ങളിൽ സംവാദം നടത്തി ജനങ്ങളെ അഭിമുഖീകരിച്ച് തെരഞ്ഞെടുപ്പിൽ വിജയിച്ചാണ് അധികാരത്തിൽ വന്നത്. നിങ്ങൾ ആരും കരുതുന്നത് പോലെ ഹെലികോപ്റ്ററിൽ കൊണ്ടുവന്ന് നരേന്ദ്രമോദിയെ പാർലമെന്റിന്റെ മുകളിലൂടെ കൊണ്ട് നടക്കിയതല്ല. അദ്ദേഹം ജനങ്ങളോട് സംവദിച്ച് വർഷങ്ങളോളം ഒരു തപസ്യ പോലെ രാജ്യത്തുടനീളം നടന്ന് ജനങ്ങളുമായി സംവദിച്ച് അധികാരത്തിലെത്തിയ രാഷ്ട്രീയ പാർട്ടിയാണ്. ഇവിടെ ജനങ്ങളോട് സംവദിക്കാൻ സാധിക്കാതെ ഈ രാജ്യത്തിൻ്റെ രാഷ്ട്രീയ ഭൂമികയിൽ നിന്ന് പുറന്തള്ളപ്പെട്ടു പോയ പ്രത്യയശാസ്ത്രങ്ങളുടെ ഭാഗമായി നിൽക്കുന്നവരുമായി ഞങ്ങളെ താരതമ്യം ചെയ്യേണ്ട. ഞങ്ങൾ ഈ രാജ്യത്തെ വൈവിധ്യങ്ങളുമായി സംവദിച്ചിട്ടുണ്ട്. ആ വൈവിധ്യങ്ങളുടെ ഭാഗമായിട്ടുള്ള ആളുകൾ ഞങ്ങളെ അംഗീകരിച്ചിട്ടുണ്ട്. നോർത്ത് ഈസ്റ്റ് മുതൽ ഇവിടെ കേരളം വരെയുള്ള, തമിഴ്നാട് വരെയുള്ള മുഴുവൻ സംസ്ഥാനങ്ങളിലും ഇന്ന് അടിസ്ഥാനപരമായ ജനപിന്തുണയുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന് പറയുന്നത് ഭാരതീയ ജനതാ പാർട്ടിയാണെന്ന് എനിക്ക് നിസ്സംശയം പറയാൻ സാധിക്കും. ഒരു കാര്യം കൂടി പറയാം. നിങ്ങൾ വൈവിധ്യങ്ങൾ അംഗീകരിച്ചു എന്ന് പറയുന്നത്, ശ്രീ ഹസൻ്റെ നേതാവ്, നമ്മളൊക്കെ ആദരിക്കുന്ന ശ്രീ AK ആൻ്റണി ലോക്സഭയിൽ ചെയ്തൊരു പ്രസംഗമുണ്ട്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല. അദ്ദേഹം പറഞ്ഞത് ഞങ്ങളുടെ പോളിസിയായിരുന്നു അതിർത്തി സംസ്ഥാനങ്ങളെ അണ്ടർ ഡെവലപ്ഡായി നിർത്തുക എന്നുള്ളതാണ്. നോക്കൂ, നിങ്ങൾ ചിന്തിക്കുന്ന സമയത്ത് ചൈനീസ് ആക്രമണത്തെ ഭയന്നിട്ടാണ് പോലും. എന്ത് വലിയ അനീതിയാണ് നമ്മുടെ നോർത്ത് ഈസ്റ്റിലെ സഹോദരങ്ങളോട് കാണിച്ചത്. എന്ത് വലിയ അനീതിയാണ് സ്വാതന്ത്ര്യം കിട്ടി ഇത്രയും കാലം കാണിച്ചത്. അപ്പം ആ വൈവിധ്യങ്ങൾ എന്തേ കാണാതെ പോയത് നിങ്ങൾ? അവിടുത്തെ ജനങ്ങളെ അപമാനിക്കുന്ന രീതിയിലുള്ള സമീപനം മറ്റു പല സ്ഥലങ്ങളിലെയും ജനങ്ങൾ സ്വീകരിച്ചിരുന്നില്ലേ? അവരെ ചില പ്രത്യേക വാചകങ്ങൾ, അത് പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയതുകൊണ്ട് ഞാൻ ഉപയോഗിക്കുന്നില്ല, അവരെ ഏത് രീതിയിൽ അഭിസംബോധന ചെയ്തിട്ടുണ്ടായിരുന്നത്? അപ്പം ആരാണ് വൈവിധ്യങ്ങൾ അംഗീകരിക്കാത്തത്? ഇനി
ഗോവിന്ദമാഷ പാർട്ടിക്ക് എങ്ങാനും ഇവിടെ ഒറ്റയ്ക്ക് ഭരണം കിട്ടിയുള്ള അവസ്ഥ എന്ത് വൈവിധ്യം, മുടി വെട്ടുന്നത് പോലും ഒരു പ്രത്യേക മോഡലിൽ വേണമെന്ന് പറയുന്ന പാർട്ടിക്കാരാണ് കിം ജോങ് ഉന്നിൻ്റെ പാർട്ടി. നോർത്ത് കൊറിയയിൽ നിങ്ങൾ കണ്ടിട്ടില്ലേ? അപ്പോൾ വൈവിധ്യങ്ങളെ ഒട്ടും അംഗീകരിക്കാത്ത കമ്മ്യൂണിസ്റ്റുകാരാണ് ഞങ്ങൾ. വൈവിധ്യങ്ങളെ അംഗീകരിച്ച് ജനങ്ങളെ അഭിമുഖിച്ച് രാജ്യത്തെ ഡെമോക്രസി നൽകിയ എല്ലാ സ്വാതന്ത്ര്യം ഉപയോഗിച്ചുകൊണ്ട് അധികാരത്തിൽ വന്നിട്ടുള്ളവരാണ്. പിന്നെ അദ്ദേഹം ഹിന്ദു രാഷ്ട്രമാവുമെന്ന് ചോദിച്ചു. സർ, നിങ്ങളൊരു ഐഡിയോളജിക്കൽ ലെവലിലാണ് ചോദിക്കുന്നതെങ്കിൽ ഇതങ്ങനെ പ്രത്യേകിച്ച് പ്രഖ്യാപിക്കേണ്ട ഏതെങ്കിലും കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ചോദ്യം വളരെ ചുരുക്കണം. എൻ്റെ ചോദ്യം സന്ദീപ് വാര്യരോടാണ്. താങ്കൾ നേരത്തെ ഹ്യൂമൻ റൈറ്റ്സിനെ പറ്റിയും ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ പറ്റിയൊക്കെ സംസാരിച്ചല്ലോ. ഉത്തരേന്ത്യയിൽ നടക്കുന്ന നിങ്ങളുടെ സംഘപരിവാർ കൊല്ലുന്ന ന്യൂനപക്ഷത്തിൻ്റെയും അല്ലെങ്കിൽ ദളിതരുടെയും ഒക്കെ ജീവിതത്തിന് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? അവിടെ അവർക്ക് ഈ ഹ്യൂമൻ റൈറ്റ്സും ഫണ്ടമെൻ്റൽ റൈറ്റ്സും ഒന്നും ബാധകമല്ലേ? അവരൊന്നും മനുഷ്യരല്ലേ? ഒരു ചോദ്യം ചോദിക്കുമ്പോൾ ഒന്നുകിൽ അതിനൊരു കൃത്യമായിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ വേണം. അപ്പോൾ നിങ്ങൾ കലാപങ്ങളുടെ പേരിൽ കൊല്ലപ്പെട്ടവരെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഇനി മുസ്ലിങ്ങൾ കൊല്ലപ്പെട്ടതിനെക്കുറിച്ചാണ് നിങ്ങളുടെ വേവലാതിയെങ്കിൽ, ഈ രാജ്യം കണ്ട ഏറ്റവും ക്രൂരമായിട്ടുള്ള 2 വർഗീയപരമായിട്ടുള്ള ആക്രമണങ്ങൾ നടത്തിയ 2 കൂട്ടരാണ് ഇരിക്കുന്നത്. ഒന്ന് അപ്പുറത്ത് ഹസൻ്റെ പാർട്ടി ഇന്ദിരാഗാന്ധിയുടെ വധത്തിന് ശേഷം ആയിരക്കണക്കിന് സിഖുകാരെ കൂട്ടക്കൊല ചെയ്ത ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ ആളാണ് ശ്രീ ഹസൻ. ഇപ്പുറത്ത് ഇരിക്കുന്ന ശ്രീ എം വി ഗോവിന്ദൻ്റെ പാർട്ടി നന്ദിഗ്രാമിലും സിംഗൂരിലും പാവപ്പെട്ട മുസ്ലിം സ്ത്രീകളെ, കർഷക സ്ത്രീകളെ കൂട്ടബലാത്സംഗം ചെയ്ത് കൊന്നു കുഴിച്ചു മൂടിയവരാണ്. ബംഗാളിലെ മറ്റു കൂട്ടക്കൊലകളുണ്ട്, മാരിജാപ്പി ഉൾപ്പെടെയുള്ള കൂട്ടക്കൊലകൾ. അപ്പം ഈ ഒരു നറേറ്റീവ് സൃഷ്ടിച്ച് ഉത്തരേന്ത്യയിൽ മുഴുവൻ ഇതാ, അങ്ങനെയൊന്നും അല്ലെന്നേ. ഉത്തരേന്ത്യയിൽ മുഴുവൻ കലാപം നടക്കുകയാണ്, അങ്ങനെയൊന്നുമല്ല. ഉത്തരേന്ത്യ ഇന്ന് നിങ്ങൾ പറയുന്ന രോഗാതുരമായ സംസ്ഥാനങ്ങളെന്ന് വിളിക്കപ്പെട്ടിരുന്ന പ്രദേശങ്ങളൊക്കെ ഇന്ന് പുരോഗമനത്തിൻ്റെ പാതയിലാണ്, അവർ ആധുനികതയുടെ പാതയിലാണ്. ഒരൊറ്റ ഉദാഹരണം ഞാൻ പറയാം. MA യൂസഫിൽ എവിടെ പോയിട്ടാണ് ഇൻവെസ്റ്റ് ചെയ്തത്? ലക്നൗവിൽ പോയിട്ടല്ല. നിങ്ങളൊക്കെ എതിർക്കുന്ന യോഗി ആദിത്യനാഥിൻ്റെ, നിങ്ങൾ യൂസഫ് അലി സാഹിബിനോട് ചോദിച്ചു നോക്ക് എന്താണ് അവിടെ നടക്കുന്നതെന്ന്. വേണ്ട, ഈ ചൈനീസ് വൈറസ് ഉണ്ടായിരുന്നല്ലോ, കോവിഡ്, ചൈന പടർത്തിയിട്ടുള്ള കോവിഡ് വൈറസിൽ പ്രതിഷേധിച്ചിട്ട് ഒരുപാട് കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾ, മൾട്ടിനാഷണൽ കമ്പനികൾ ചൈന വിട്ടു പോരുന്നൊരവസ്ഥയുണ്ടായി. ചൈനയിലത്തെ പ്രത്യേക സാഹചര്യങ്ങൾ കൊണ്ട് അവരിൽ ബഹുഭൂരിപക്ഷവും ഇന്ത്യയിലേക്കാണ് വന്നത്. അതിൽ ഏറ്റവും കൂടുതൽ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് വന്ന സംസ്ഥാനത്തിൻ്റെ പേര് ഉത്തർപ്രദേശ് എന്നാണ്. നമ്മുടെ തൊട്ടപ്പുറത്ത് തമിഴ്നാട്ടിൽ വന്നിട്ടുണ്ട്, മറ്റു പല സംസ്ഥാനങ്ങൾ വന്നിട്ടുണ്ട്. ദൈവം സഹായിച്ച് ഒരു പെട്ടിക്കട തുറക്കാനുള്ള FDI പോലും കേരളത്തിലേക്ക് കൊണ്ടുവരാൻ ഇവർക്ക് സാധിച്ചിട്ടില്ല. ഈ ഇരിക്കുന്ന ഓട്ടോറിക്ഷ തൊഴിലാളികളെ കുറിച്ച് പറയുന്നു, കയർ തൊഴിലാളികളെ കുറിച്ച് പറയുന്നു. എന്തൊരു തൊഴിലാളി സ്നേഹമാണ്. KSRTCക്കാരെ കുറിച്ച് എന്താ മാഷ് പറയാതെ പോയത്? 50,000 പേരുണ്ടായിരുന്നു മാസ്റ്റർ പാർട്ടി വരുന്ന സമയത്ത് KSRTCയിൽ. ഇന്ന് എത്ര പേര് ബാക്കിയുണ്ട്? എത്ര പേര് ആത്മഹത്യ ചെയ്തു? അപ്പം ഒരു പൊതുമേഖലാ സ്ഥാപനത്തിനെ ഭരിച്ച് കുട്ടിച്ചോറാക്കി 10,000-കണക്കിന് മനുഷ്യരുടെ ജീവിതമാർഗവും നഷ്ടപ്പെടുത്തിയ ഒരു പാർട്ടി ഇരുന്ന് കോർപ്പറേറ്റ് വിരുദ്ധത പറയുക. എങ്ങനെ കോർപ്പറേറ്റ് വിരുദ്ധത പറയുന്നത്? അദാനിയുടെ മോനെ കൊണ്ടുവന്ന് ക്ലിഫ് ഹൗസിൽ കൊണ്ടുവന്ന് മൃഷ്ടാന്നം ഭക്ഷണം കൊടുത്ത് പാൽപ്പായസം കുടിപ്പിച്ച് വിട്ട ശേഷമാണ് കോർപ്പറേറ്റ് വിരുദ്ധതയൊക്കെ പറയുന്നത്. ഞാൻ പറഞ്ഞതേ ഉള്ളൂ. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക്. സർ, ഒരു ചോദ്യം. ഇപ്പോൾ ഈ പരസ്പരം പാർട്ടികൾ തമ്മിൽ മതത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രശ്നങ്ങളെന്നാണ് പറയുന്നത്. അതായത് ഈ മതം അങ്ങനെ ചെയ്തു, BJPക്കാർ ചെയ്തുകൊണ്ട് ഞങ്ങൾ ബാധിക്കപ്പെട്ടു, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചെയ്തുകൊണ്ട് മറ്റു 2 കൂട്ടരും ബാധിക്കപ്പെട്ടു. അപ്പോൾ മതങ്ങളോടും മനുഷ്യരോടും ചെയ്യുന്ന ക്രൂരതകളൊക്കെ ഏറ്റെടുക്കാൻ വേറൊരാളുണ്ടായാൽ നിങ്ങൾ ഒന്നിച്ചു പോകാൻ പറ്റും. അതായത് ഞാൻ ആ ഉത്തരവാദിത്തം മുഴുവൻ എടുക്കണം. ഇന്ത്യയിലെ എല്ലാവരെയും മതപരമായും ജാതിപരമായും തമ്മിലെത്തിച്ച് ഞാനാണ് എന്ന് പറയുകയാണെങ്കിൽ നാളെ മുതൽ നിങ്ങൾ 3 പേർക്ക് ഒന്നിച്ച് ഇന്ത്യക്ക് വേണ്ടി വർക്ക് ചെയ്യാൻ പറ്റും. അദ്ദേഹം ചോദിച്ച പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി ആദ്യമേ പറഞ്ഞിരുന്നത്. നിങ്ങൾ ഇത്തരത്തിലുള്ള മതപരമായ കലഹങ്ങൾ അവസാനിപ്പിച്ച് രാജ്യത്തിൻ്റെ വികസനം, ഈ രാജ്യത്ത് 140 കോടി ജനങ്ങളുടെയും ജീവിതം മെച്ചപ്പെട്ടാൽ മാത്രമേ നമ്മുടെ രാജ്യം വികസിക്കുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഇത്തരം കലഹങ്ങളൊക്കെ മാറ്റിവെക്കണം എന്ന് പറഞ്ഞ പ്രധാന സേവകനാണ് രാജ്യം ഭരിക്കുന്നത്. അവരുടെ രാഷ്ട്രീയ ഉപജീവനത്തിന് വേണ്ടി, അവരുടെ രാഷ്ട്രീയമായിട്ടുള്ള നിലനിൽപ്പിന് വേണ്ടി ഇത്തരം മതങ്ങളെ ഉപയോഗിക്കുന്നു എന്നുള്ളൂ. അത് നിങ്ങൾ ഇനി ഉത്തരവാദിത്തം ഏറ്റെടുത്താലും ഇല്ലെങ്കിലും ഈ മുദ്രാവാക്യത്തിൽ അവർ പിന്മാറുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. സന്ദീപ് വാര്യർ ഇവിടെ പറഞ്ഞ കാര്യങ്ങൾക്ക് മറുപടി പറയേണ്ടതുണ്ട്. അത് പറയാൻ സൗകര്യമില്ലെങ്കിൽ പിന്നെ നമ്മളെങ്ങനെയാണ് ചർച്ച നടത്തുക? കൃത്യമായിട്ട് മറുപടി ഉണ്ട് ഓരോന്നിനും. ഇപ്പോൾ പറഞ്ഞു ഞങ്ങളിവിടെ ഭയങ്കരമായ ഭരണമാണ്. നിങ്ങൾക്ക് 37% വോട്ടായി കിട്ടിയിട്ടുള്ളൂ ആകെ ഇന്ത്യയിൽ. 37% വോട്ട്, 63% വോട്ട് പുറത്താണ്. 63% വോട്ട് BJPക്ക് എതിരായിട്ട് നിൽക്കുന്ന ഒരു രാജ്യത്ത് കയറി നിന്നിട്ട് ഞങ്ങളിനി ഇതും ചെയ്യും, അതിൻ്റെ അപ്പുറം ചെയ്യും, രാമരാജ്യം എന്ന് പറയുന്ന ഹിന്ദു രാജ്യം ഉണ്ടാക്കും എന്ന് വരെ ഇപ്പോൾ സന്ദീപ് പറഞ്ഞു കഴിഞ്ഞു.
ഇതെല്ലാം ധാർഷ്ട്യമാണ്. എന്നിട്ട് ഞങ്ങൾക്ക് പ്രത്യയശാസ്ത്രമില്ല. ആയിരിക്കും CPM-നും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്കും അതുപോലെ ദേശീയ പ്രസ്ഥാനങ്ങൾക്കൊന്നും പ്രത്യയശാസ്ത്രമില്ല. ഇവർക്ക് ഇവിടുത്തെ പ്രത്യയശാസ്ത്രം. നിങ്ങൾ ഈ രാജ്യം 1947 ആഗസ്റ്റ് 15 വരെ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് ബ്രിട്ടീഷുകാർക്ക് അനുകൂലമായ നിലപാട് സ്വീകരിച്ചവരാണ് നിങ്ങൾ ഹിന്ദു വർഗീയവാദികൾ. ഞാൻ ഉറപ്പായിട്ട് തന്നെ പറയുകയാണ്, ഹിന്ദു വർഗീയവാദം വന്ന് ചെയ്തത് 2 ദേശീയതയാണ്. ഒന്ന് മുസ്ലിം ദേശീയത, മറ്റൊന്ന് ഹിന്ദു ദേശീയത. ഹിന്ദു ദേശീയതക്ക് ഇന്ത്യ ഹിന്ദു രാഷ്ട്രമാവണം, മുസ്ലിം ദേശീയതക്ക് പാകിസ്ഥാൻ മുസ്ലിം രാഷ്ട്രമായിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ യഥാർത്ഥത്തിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തെ അനുകൂലമായ നിലപാട് സ്വീകരിച്ചവരാണ് ഹിന്ദു വർഗീയവാദികൾ, RSS ഉൾപ്പെടെ. ഈ കാര്യമെല്ലാം മറച്ചു വെച്ചിട്ട് ഞങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ പുതിയ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. ഞാൻ യുവജനങ്ങളെയാണ് അഭിസംബോധന ചെയ്തതെന്ന് അദ്ദേഹം പറഞ്ഞു. എന്ത് അടിസ്ഥാനത്തിലാണ് നിങ്ങൾക്ക് യുവജനങ്ങളെ അഭിസംബോധന ചെയ്യാനാവുക? 2 കോടി ജനങ്ങൾക്ക് ഓരോ കൊല്ലം ജോലി കൊടുക്കുന്നവരുടെ എത്ര കോടിക്കാണ് കൊടുത്തേ? തൊഴിലില്ലായ്മയെ പറ്റി നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ നിങ്ങൾ. ഇന്ത്യയിൽ 2 കോടി ജനങ്ങൾക്ക് ഞങ്ങൾ തൊഴിൽ കൊടുക്കുന്ന ചെറുപ്പക്കാർക്ക്. എന്നിട്ട് കൊടുത്തോ? എത്ര എണ്ണം കൊടുക്കണം? ഈ 10 കൊല്ലത്തിനിടയിൽ എത്ര കോടി കൊടുക്കണം? ഈ 2 കോടി കൊടുത്താൽ ആർക്കെങ്കിലും തൊഴിൽ കൊടുത്തോ? തൊഴിലില്ലായ്മ ഏറ്റവും കൂടുതൽ നിൽക്കുന്ന രാജ്യമല്ലേ ഈ കേരളം, ഇന്ത്യ. കേരളമല്ലേ അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സംസ്ഥാനമുള്ളത്? നല്ലപോലെ തൊഴിൽ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. ഞാനതിൻ്റെ കണക്കിലൊന്നും പറയാൻ ഇപ്പോൾ പോകുന്നില്ല. പിന്നെ പ്രത്യയശാസ്ത്രമെല്ലാം തകർന്നു. നിങ്ങളെ പ്രത്യയശാസ്ത്രങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത് രാമരാജ്യം ഉണ്ടാക്കുന്നു. ചോദ്യം എല്ലാം സന്ദീപ് വാര്യരോടാണ് ചോദിക്കാമെന്ന് എനിക്ക് നന്നായിട്ട് ആദ്യം അറിയാം. കാരണം ജനങ്ങളുടെ മനസ്സെന്താണെന്ന് മനസ്സിലായിട്ടില്ല ഞാൻ പറഞ്ഞത്. എന്നോടാണ് ചോദ്യം ചോദിക്കില്ല. കാരണം ഞാൻ പറഞ്ഞ കാര്യം എല്ലാവർക്കും വ്യക്തമാണ്. സന്ദീപിന് ഒഴിച്ച് ബാക്കി എല്ലാവർക്കും നല്ല വ്യക്തമാണ്. സന്ദീപിന് മനസ്സിലായിട്ടില്ല. സന്ദീപിന് മനസ്സിലായാലും മനസ്സിലായി എന്ന് ആ രീതിയിൽ പറയാൻ ചെയ്യാറില്ല. ഞങ്ങൾക്ക് വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്. ഇന്ത്യ രാജ്യത്തിൻ്റെ അകത്ത് ഒരു ദിവസം 1600 കോടി ഉറുപ്പിക അദാനിക്ക് ലാഭം ഉണ്ടായിക്കൊടുത്ത, ലാഭമല്ല അറ്റാദായം. 0.5 ലക്ഷം കോടി ഉണ്ടായിരുന്ന ആസ്തി ഇപ്പോൾ 8.11 ലക്ഷത്തിലേക്ക് എത്തിച്ചത് ഈ ഇന്ത്യ ഗവൺമെൻറ് എന്ന് പറയുന്ന നിങ്ങളുടെ ഗവൺമെൻറ് നരേന്ദ്രമോദിയുടെ ഭാഗമായിട്ടാണ്. അത് ഞാൻ കൃത്യമായ കണക്ക് കൂട്ടി നോക്കിയപ്പോൾ ഒരു ദിവസത്തെ അറ്റാദായം 1600 കോടിയാണ്. എന്നിട്ട് സമത്വത്തെ പറ്റി പറയാൻ എന്താ നല്ല സമത്വമാണ്. പാവപ്പെട്ട കുഞ്ഞിരാമനും മുസ്തഫക്കും ജോസഫിനും കിട്ടുന്ന കൂലി അത് പരമാവധി കേരളത്തിലാകുമ്പോഴാണ് 100 രൂപയെങ്കിലും, ഇവിടെ 1000 രൂപയെങ്കിലും കിട്ടുന്നത്. അപ്പുറത്തേക്ക് കടന്ന 100-120 രൂപയാണ്. എന്നിട്ട് സമത്വത്തെ പറ്റി പ്രസംഗിക്കുകയാണ്. അദാനിയും സമത്വം, അതുപോലെ തന്നെ മുസ്തഫയും സമത്വം, കുഞ്ഞിരാമനും സമത്വം, എല്ലാവരും സമത്വം. 1600 കോടി ഉറുപ്പിക ഒരു ദിവസത്തെ അറ്റാദായത്തിൻ്റെ ഭാഗമായിട്ടുള്ള ആസ്തി വർദ്ധിപ്പിച്ച ആളാണ് ഈ 0.5 ലക്ഷത്തിൽ നിന്ന് 11.5 ലക്ഷത്തിലേക്ക് എത്തിച്ചത് അദ്ദേഹത്തിൻ്റെ കഴിവുകൊണ്ടല്ല. ഈ രാജ്യത്തിൻ്റെ സമ്പത്ത് മുഴുവൻ ആഗോളവൽക്കരണത്തിൻ്റെ പേരിൽ അദ്ദേഹത്തിന് തീരെഴുതി കൊടുത്തു. എല്ലാ ഷെയറും വിറ്റു, എല്ലാ കമ്പനിയും വിറ്റു. ആ കമ്പനി വാങ്ങുമ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾക്കെല്ലാം അറിയുന്നത് പോലെ കമ്പനി വാങ്ങി. ആരാ വാങ്ങിയ? ഞാനും നിങ്ങൾ വാങ്ങി. സന്ദീപ് വാര്യർ വാങ്ങിയോ കമ്പനി? ഏതെങ്കിലും കമ്പനി? ഒരു കമ്പനിയും വാങ്ങിയിട്ടില്ല. ഇവിടെ ഇരിക്കുന്ന നിങ്ങളാരും വാങ്ങിയിട്ടില്ല. വാങ്ങിയതെല്ലാരാന്നറിയും? ഇവരെന്നെയാണ്. ഈ അദാനി അംബാനി സെറ്റന്നെയാണ് വാങ്ങിയ മുഴുവൻ. വാങ്ങാൻ വേണ്ടി ഒരു നയാ പൈസ ചിലവാക്കിയിട്ടില്ല കേട്ടോ. ആ പൈസ മുഴുവൻ വാങ്ങിയത് ബാങ്കിൽ നിന്ന് കടം വാങ്ങി. ആ ബാങ്കിൽ നിന്ന് കടം വാങ്ങിയിട്ട് ഇതൊന്നും തിരിച്ചടച്ചിട്ടില്ല. തിരിച്ചടക്കാതപ്പോൾ നരേന്ദ്രമോദി ഉൾപ്പെടെ വ്യക്തമായി തീരുമാനിച്ചു അതെല്ലാം കിട്ടാക്കുറ്റിയായിട്ട് എഴുതിത്തള്ളി കളയാമെന്ന്. അങ്ങനെ എഴുതിത്തള്ളി. ആദ്യം 11.5 ലക്ഷം കോടി എഴുതിത്തള്ളി, പിന്നെ 8.5 ലക്ഷം കോടി എഴുതിത്തള്ളി, 20 ലക്ഷം കോടി എഴുതിത്തള്ളി. ആ 20 ലക്ഷം കോടി എഴുതിത്തള്ളിയതും ദശലക്ഷക്കണക്കിന് കോടി ഉറുപ്പിയുടെ ആസ്തിയുള്ള നമ്മുടെ ഈ രാജ്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ വിറ്റ് തൊലച്ചതുമായി അത് മുഴുവൻ കൈയടക്കി. ആ കൈയടക്കിയതിൻ്റെ ഭാഗമായിട്ടാണ് ലോകത്തിലെ ഏറ്റവും വലിയ മുതലാളിയാവാനുള്ള മത്സരത്തിൽ അദാനിക്ക് പോകാൻ കഴിഞ്ഞത്. അല്ലാണ്ട് ഇവിടെ ചായ കുടിച്ചിട്ടല്ല. ഇവിടെ വന്ന് ചായ കുടിച്ചിട്ടാ? ഒരു ചായ കുടിച്ചിട്ടുമല്ല. 1600 കോടി ഉറുപ്പിയാണ് ഒരു ദിവസത്തെ അറ്റാദായം. ആർക്ക്? അല്ലെങ്കിൽ പറയട്ടെ, സന്ദീപ് വാര്യർ അതല്ല പറഞ്ഞ പണിയാനെടുക്കും. അല്ല, മാഷ് പറഞ്ഞ കാര്യങ്ങൾക്ക് ചില കാര്യങ്ങൾക്ക് മറുപടി പറയട്ടെ. ബാക്കി എല്ലാവരും പറഞ്ഞോ, വിശദമായിട്ട് പറഞ്ഞു. ഞാൻ പറയാൻ തയ്യാറാണ്. മറുപടി പറയാനുണ്ട്, അതുകൊണ്ട് വളരെ ചുരുക്കിയിട്ട്. ശരി. അതിന്റെ പൊളിറ്റിക്കൽ റെട്ടറിക്കിനല്ല ഞാൻ പറയുന്നത്. അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങൾക്ക് അദ്ദേഹം ബ്രിട്ടീഷുകാരുടെ കാര്യം പറഞ്ഞു. ഈ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റുകാർക്ക് എന്ന് മൂലമാണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എന്ന് മൂലം ഇന്ത്യയിൽ ഞങ്ങളാണ് രക്തസാക്ഷികളായത്. ഞാൻ പറയാം. മാഷ് എന്തിനാ അസ്വസ്ഥനാവുന്നത്? ഞാൻ സംസാരിക്കുമ്പോൾ മാഷ് ഇടപെട്ടില്ലല്ലോ. മാഷ് ഒന്ന് സഹിഷ്ണുത കാണിക്കൂ പ്ലീസ്. ഞാൻ പറയട്ടെ, എന്ന് മുതലായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇന്ത്യയിൽ പ്രവർത്തന സ്വാതന്ത്ര്യം കിട്ടിയത്? നിങ്ങളിപ്പോൾ ആദ്യം ഹിറ്റ്ലറുമായി സ്റ്റാലിന് ഇടപാടുണ്ടായിരുന്ന സമയത്ത് നിങ്ങൾ ഹിറ്റ്ലർക്ക് ഒപ്പായിരുന്നു. അന്ന് അത് സാമ്രാജ്യത്വ വിരുദ്ധ യുദ്ധമായിട്ട് നിങ്ങളൊക്കെ ഹിറ്റ്ലറെ പിന്തുണച്ചു. അത് കഴിഞ്ഞൊരു ഘട്ടം വന്ന് ഹിറ്റ്ലർ റഷ്യയെ ആക്രമിച്ച സമയത്ത്, സോവിയറ്റ് യൂണിയനെ ആക്രമിച്ച സമയത്ത് നിങ്ങൾ എന്ത് ചെയ്തു? നിലപാട് മാറ്റി. നിങ്ങൾ സോവിയറ്റ് യൂണിയന്റെ നിർബന്ധം കൊണ്ട് ബ്രിട്ടീഷ് അനുകൂലികളായിട്ട് മാറി. എന്നിട്ട് എന്ത് സംഭവിച്ചു? ആ സമയത്ത് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് ഇന്ത്യയിൽ പ്രവർത്തന സ്വാതന്ത്ര്യം കൊടുത്തു എന്ന് മാത്രമല്ല,
നിങ്ങളുടെ അന്നത്തെ നേതാവ് PC ജോഷി അയച്ച 120 പേജ് വരുന്ന റിപ്പോർട്ട് ബ്രിട്ടീഷ് ആർക്കൈവ്സിൽ നിന്ന് ഇപ്പോൾ നിങ്ങൾ കൊണ്ടു നടക്കുന്ന അരുൺ ഷൂറി തന്നെ എടുത്ത് ഇന്ത്യൻ എക്സ്പ്രസിൽ ഖണ്ഡശ പ്രസിദ്ധീകരിച്ചിരുന്നു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോയെന്ന് എനിക്കറിയില്ല. അതിൽ കൃത്യമായി പറയുന്നുണ്ട് ബ്രിട്ടീഷുകാർക്ക് ഏതൊക്കെ തരത്തിലാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനികളെ ഞങ്ങൾ ഒറ്റിക്കൊടുക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്നത് എന്ന് സംബന്ധിച്ച ദീർഘമായിട്ടുള്ള വിവരണമാണ് 120 പേജ് വരുന്ന റിപ്പോർട്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ബ്രിട്ടനിൽ നിന്നും പണം വാങ്ങി 5 പ്രസിദ്ധീകരണങ്ങളാണ് ഒരേ സമയം ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റുകാർ തുടങ്ങിയത്. അതിലൊന്നാണ് ദേശാഭിമാനി. അല്ലാതെ പാലോറമാതയുടെ പശുവിനെ വിറ്റ് കിട്ടിയ പണം കൊണ്ട് തുടങ്ങിയ സ്ഥാപനമൊന്നുമല്ല. ബ്രിട്ടീഷുകാരുടെ ചെരുപ്പ് നക്കി കിട്ടിയ പണം കൊണ്ട് തന്നെയാണ് നിങ്ങൾ ആ സ്ഥാപനം തുടങ്ങിയിട്ടുള്ളത്. ഒന്ന്, അത് ഞാൻ ഫാക്ച്വലായിട്ട് അല്ലെങ്കിൽ മാഷ് തെറ്റാൻ തിരുത്തിക്കോ. ഇനി ഒരു കാര്യം കൂടി ഞാൻ പറയാം, ചില കാര്യങ്ങൾ കൂടി പറയാം. PC ജോഷിന്റെ ലെറ്ററൊക്കെ പുറത്തു വന്ന ബ്രിട്ടീഷ് ആർക്കൈവ്സിൽ ലഭ്യമാണ്. നിങ്ങൾ ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ഫാക്ട്സ് പുറത്തു വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഭയമാണ്. നിങ്ങൾ ബ്രിട്ടീഷുകാരുടെ കൂടെ നിന്നതിന്റെ ഭാഗമായി കിട്ടിയ പണം, രാജ്യത്തെ ഒറ്റിക്കൊടുത്തിന് കിട്ടിയ പണം കൊണ്ടാണ് ദേശാഭിമാനി അടക്കം തുടങ്ങിയിട്ടുള്ളത്. ഇല്ലേ കേസ് കൊടുക്ക്. ഇത് അരുൺ ഷൂറി അടക്കമുള്ളവർ പുറത്തു എഴുതിയിട്ടുള്ള കാര്യമാണ്. ഒരു സെക്കൻഡ് അല്ലല്ല, നിങ്ങൾക്ക് ഭയമാണ്. നിങ്ങൾ ആ കണ്ടീഷൻ ഒന്നും ഉണ്ടാക്കണം. അതൊക്കെ കയ്യിൽ വെച്ചാൽ മതി. നിങ്ങൾ ഗോവിന്ദ മാഷ് അതൊക്കെ കയ്യിൽ വെച്ചാൽ മതി. അല്ലല്ല, ഞാൻ പൂർത്തിയാക്കട്ടെ. അല്ലല്ല, മാഷ് പറഞ്ഞ ചില കാര്യങ്ങൾ അദ്ദേഹം അദാനിയെ കുറിച്ച് പറഞ്ഞു. സർ, ഞാൻ ചോദിക്കട്ടെ, അദാനിയും അംബാനിയും ഒക്കെ സ്ഥാപനങ്ങൾ ടേക്ക് ഓവർ ചെയ്യുന്നു എന്നാ പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, അദാനിയും അംബാനിയും ഒക്കെ ഇപ്പോൾ മുംബൈ എയർപോർട്ട് അദാനി ടേക്ക് ഓവർ ചെയ്തതിനെ കുറിച്ച് പറയാറുണ്ട്. ആരെന്ന് ടേക്ക് ഓവർ ചെയ്ത്? ഒരു ഫോറിൻ സ്ഥാപനത്തിന് GMR-മായി കൺസോർഷ്യം ഉണ്ടാക്കി എയർപോർട്ട് എടുത്ത ഒരു വിദേശ സ്ഥാപനത്തിൽ നിന്ന് ഒരു ഇന്ത്യൻ കോർപ്പറേറ്റ് അത് ഏറ്റെടുക്കുന്ന സമയത്ത് അവർക്ക് പ്രശ്നമാണ്. അതേ അദാനി വിഴിഞ്ഞത്ത് വന്നപ്പോൾ പറഞ്ഞത് 5000 കോടി രൂപയുടെ അഴിമതിയുണ്ട്, അദാനിനെ ഞങ്ങൾ പറപ്പിക്കുമെന്നാണ് CPM-ന്റെ അന്നത്തെ സംസ്ഥാന സെക്രട്ടറി, ഇന്നത്തെ കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞത്. അദാനിയെ പറപ്പിക്കുന്ന നമ്മൾ കണ്ടല്ലോ. അദാനിയുടെ ചിത്രമുള്ള ബലൂൺ ഇങ്ങനെ ആകാശത്തേക്ക് പറപ്പിക്കുന്നത് നിങ്ങൾ കണ്ടല്ലോ. എന്നിട്ട് വലിയ വർത്താനൊന്നും പറയണ്ട, വലിയ കോർപ്പറേറ്റ് വിരുദ്ധതയും ജാടയൊന്നും പറയണ്ട. നിങ്ങളാണ് കോർപ്പറേറ്റുകളെ ദാസ്യപ്പണി എടുക്കുന്നത്. ഇനി കോർപ്പറേറ്റുകളെ പണം അല്ല, ഒരു കാര്യം പറയട്ടെ, അദാനി മാത്രം പണം ഉണ്ടാക്കി എന്ന് പറയുന്നത് അങ്ങനെയാണോ? ഈ രാജ്യത്ത് കഴിഞ്ഞ 10 വർഷമായി വരുന്ന സാമ്പത്തിക അഭിവൃദ്ധിയുടെ ഭാഗമായി ചെറുപ്പക്കാർ തുടങ്ങിയിട്ടുള്ള 100-ലധികം സ്റ്റാർട്ടപ്പുകൾ യൂണിക്കോണുകളായി മാറി. എന്താ യൂണിക്കോൺ? $1 ബില്യൺ വാർഷിക വിറ്റുവരവുള്ള സ്ഥാപനങ്ങളെയാണ് യൂണിക്കോൺ എന്ന് പറയുന്നത്. കേരളത്തിലെയും ഒരു സ്ഥാപനമുണ്ട്. 100-ലധികം സ്ഥാപനങ്ങൾ മാറി. ഈ രാജ്യത്തെ നിരവധിയായിട്ടുള്ള വലിയ സ്ഥാപനങ്ങൾ വീണ്ടും വലിയ സ്ഥാപനങ്ങളായി മാറിയിട്ടുണ്ട്. അദാനി മാത്രമല്ല, നിരവധി വലിയ അങ്ങനെയാണ് സാർ ഒരു രാജ്യം വികസിച്ചു വരുന്നത്. ഈ രാജ്യത്ത് വലിയ തോതിലുള്ള തൊഴിലവസരങ്ങൾ കൊടുക്കാൻ സാധിക്കുന്ന ചെറുപ്പക്കാരുടെ സ്വപ്നങ്ങൾ പോലും, ആ സ്റ്റാർട്ടപ്പുകൾ പോലും യൂണിക്കോണുകളായി മാറി. അങ്ങനെയാണ് രാജ്യം വികസിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഇവിടെ എന്ത് കൊണ്ടുവന്നു? അല്ല, ഞാൻ ചോദിക്കട്ടെ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ മകൾ ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങിയിരുന്നു, അതിപ്പോ പൂട്ടിപ്പോയിട്ടുണ്ട്. അത് യൂണിക്കോണായി മാറിയോന്ന് എനിക്കറിയില്ല. അങ്ങനെ പോകാൻ പറ്റില്ല. ദേശാഭിമാനി ബ്രിട്ടീഷുകാരന്റെ പണം കൊണ്ടാണെന്ന് പരസ്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് പിൻവലിക്കാൻ ആവശ്യമായ നിയമനിർമ്മാണം നടപടി ഉൾപ്പെടെ പിൻവലിക്കുന്നില്ലെങ്കിൽ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം, തെറ്റായ കളവ്, അങ്ങേയറ്റം തെറ്റായ കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 100% ശരിയായ ഒരു വാദം പറയുന്നില്ല. ഞാൻ ചോദിച്ച കാര്യത്തിന് മറുപടി പറഞ്ഞില്ലല്ലോ. ദേശീയ സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമായിട്ട് ഈ BJP RSS എന്ന് പറയുന്ന ഹിന്ദു വർഗീയവാദികൾ എന്താ ചെയ്തത് എന്ന ചോദ്യത്തിന് ഉത്തരവില്ല. ഇവിടെ കാവുമ്പായും കരിവള്ളൂരും മുനയംകുന്നും അതുപോലെ കയ്യൂരും രക്തസാക്ഷികളുടെ നാടാണ് ഈ കേരളം. ഈ കേരളത്തിൽ നിന്നിട്ട് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരായിട്ട് പൊരുതിയ കമ്മ്യൂണിസ്റ്റുകാരെ പറ്റി അവഹേളിക്കുന്ന നിലപാട് സ്വീകരിക്കുക, പണം വാങ്ങിയിട്ടാണ് ദേശാഭിമാനി ഉണ്ടാക്കിയെന്ന് പറയുക, ശുദ്ധ അസംബന്ധം, കളവ്, അങ്ങേയറ്റത്തെ കളവ്. അതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റുകാരും ഞങ്ങളും തമ്മിലൊക്കെ പല കാര്യങ്ങളിലും അഭിപ്രായ വ്യത്യാസമുണ്ട്. ഈ ദേശാഭിമാനി പത്രം എന്ന് തുടങ്ങിയതാണെന്ന് സന്ദീപ് വാര്യർ അന്വേഷിക്കാതെയാണ് പറഞ്ഞത്. ഞാൻ ഭാഷ പിന്തുണയ്ക്കുകയല്ല. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിഭജിക്കുന്നതിന് മുമ്പ് പാർട്ടിയുടെ മുഖപത്രം ജനയുഗമായിരുന്നു. മാർക്സിസ്റ്റ് പാർട്ടിയായി മാറിയതിന് ശേഷം തുടങ്ങിയതാണ് ദേശാഭിമാനി. അപ്പം എന്തായാലും ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ട് പോയിട്ട് എത്ര കാലമായി? അല്ല, ഞാൻ ദേശാഭിമാനി ചെയ്യുന്ന കാര്യം അല്ല. പിന്നെ സ്വാതന്ത്ര്യ സമരത്തിൽ
മാർക്സിസ്റ്റ് BJP ഒരു തുള്ളി വേർപ്പ് ഏതെങ്കിലും BJP നേതാക്കൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര കാലത്ത് ആൻഡമാനിൽ ജയിലിലടയ്ക്കപ്പെട്ട സവർക്കർ മാപ്പ് എഴുതി കൊടുത്ത് ബ്രിട്ടീഷുകാരൻ്റെ കാല് പിടിച്ച് പുറത്തിറങ്ങി. അത് പറഞ്ഞതിനല്ലേ രാഹുൽ ഗാന്ധിയുടെ പേരിൽ കേസെടുത്ത് രാഹുൽ ഗാന്ധിയുടെ പാർലമെന്റ് അംഗത്വം ഇവരെ കോടതിയിൽ പോയി റദ്ദാക്കിച്ചതിനാ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ വഞ്ചിക്കുകയും ഒറ്റുകൊടുക്കുകയും ചെയ്തവരാണ് RSSകാരും BJP. ആ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ അവർക്ക് പങ്കുണ്ടെങ്കിൽ ചോദിക്കില്ലേ? ഞങ്ങൾ രാജ്യസ്നേഹം, ഞങ്ങളെ ഒന്നും രാജ്യസ്നേഹം പഠിപ്പിക്കാൻ സന്ദീപ് വാര്യരോ BJPയോ RSSോ വരണ്ട. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ ഒട്ടും രാജ്യസ്നേഹം നിങ്ങളിൽ നിന്ന് പഠിക്കേണ്ട ഗതികേട് ഞങ്ങൾക്കില്ല. ഈ രാജ്യത്തെ സ്നേഹിക്കുക. ഞങ്ങളൊക്കെ നിങ്ങൾ വലിയ കാര്യമായിട്ട് പറഞ്ഞു മുത്തലാഖ് എന്താണ് ഈ രാജ്യത്തെ ഏറ്റവും വലിയ പ്രശ്നം മുത്തലാഖാണോ? അസമത്വത്തിൻ്റെ പ്രശ്നം. ഞാനതിനെക്കുറിച്ച് ഒരു ചർച്ചയിൽ വിശദമായി പറയാം. എന്തിനാ മുത്തലാഖ് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്? എന്തിനാ ഈ എന്താണ് പൗരത്വ സമയം കഴിയാണ്, നമുക്ക് എന്തിനാ കോമൺ സിവിൽ കോഡ് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്? എല്ലാ ജാതി മതത്തിലുമുള്ള അസമത്വം അല്ലെങ്കിൽ പലതരത്തിലുള്ള ഡിസ്പാരിറ്റി മാറ്റാൻ നിയമങ്ങൾ പരിഷ്കരിക്കാൻ പോകുമ്പോൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ഭരണഘടനയിൽ എഴുതി വെച്ചു എന്താണ്? വ്യക്തി നിയമം ഭേദഗതി ചെയ്യണമെങ്കിൽ അതാത് സമൂഹം, സമുദായം, ആ രാജ്യത്തെ ആ ജാതി അവരുടെ ഭാഗത്ത് നിന്ന് വേണം പരിഷ്കരണത്തിനുള്ള നിർദ്ദേശങ്ങൾ വരേണ്ടത്. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഉറപ്പ് കൊടുത്തു കോമൺ സിവിൽ കോഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അതിൽ മാറ്റം വരുത്തുന്നത് എപ്പോൾ വേണം? ആ മതത്തിലുള്ളവർ ആവശ്യപ്പെടണം. ഇവിടെ മുത്തലാഖ് കൊണ്ട് ഇപ്പം കേരളം പോലുള്ള ഒരു സമൂഹത്തിൽ നിങ്ങൾക്കറിയാമല്ലോ, ഒരു ഭാര്യയെ പുലർത്തിക്കൊണ്ട് പോകാപ്പെടുന്ന പാട് മുസ്ലിം സമുദായത്തിൽപ്പെട്ട എന്നെ പോലുള്ളവരെ പെടാപ്പാടുപെടുക, പിന്നാണ് 4 എണ്ണം കെട്ടാൻ പോകും. ഇതൊക്കെ പഴയ കാലത്തുണ്ടായിരുന്ന അനാചാരങ്ങളാണ്. അത് ആ സമുദായത്തിൽ തന്നെ മാറ്റം വന്നു. നിങ്ങൾ മുത്തലാഖ് മുസ്ലിം സ്ത്രീകളുടെ മുമ്പിൽ മോദി പോയി പറയുക മുസ്ലിം സ്ത്രീകളുടെ അഭിമാനം ഞങ്ങൾ രക്ഷിച്ചു. അതെ, മണിപ്പൂരിലെ ന്യൂനപക്ഷങ്ങൾ അവിടെ ക്രൈസ്തവ ദേവാലയങ്ങൾ ആക്രമിക്കുന്നു. ഇതുവരെ തിരിഞ്ഞു നോക്കിയോ? ഞാൻ ഒന്നുകൂടി പറഞ്ഞു നിർത്തുകയാണ്. ഏക രാജ്യം, ഏക രാഷ്ട്രം ശരിയാ. പക്ഷെ ഒരു രാജ്യത്തെ എല്ലാ മതങ്ങളുടെയും വിശ്വാസത്തെ നമ്മൾ നിലനിർത്താൻ ആരാധനാ സ്വാതന്ത്ര്യത്തിന് അനുവാദം കൊടുക്കണ്ടേ? രാമക്ഷേത്രത്തിന് വേണ്ടി നിങ്ങൾ അയോധ്യയിൽ കേസ് കൊടുത്തു, കോടതി വിധി നടപ്പിലായി. നിങ്ങൾ ഏതായാലും മഹാത്മാഗാന്ധിയുടെ പ്രാണനെടുത്ത ഗോഡ്സെയുടെ അനുയായി തന്നെ അവിടെ പ്രാണപ്രതിഷ്ഠയും നടത്തി. ഓക്കെ, ഞങ്ങളതിനെല്ലാം വളരെ സമന്വയത്തോടു കൂടി തന്നെ കാണുന്നു. പക്ഷേ ഈ ജ്ഞാൻവാപ്പി പള്ളിക്കകത്ത് കൊണ്ടുപോയി പൂജ നടത്താൻ കോടതിയുടെ അനുവാദം വാങ്ങി 24 മണിക്കൂറിനുള്ളിൽ പൂജ നടത്തി. യോഗി ആദിത്യനാഥ് നിയമസഭയിൽ അവസാനം പറഞ്ഞത് എന്താ? പഞ്ചപാണ്ഡവന്മാർ കൗരവന്മാരോട് ചോദിച്ചു അർദ്ധരാജ്യം തരണം, തന്നില്ല. 5 ഗ്രാമം തരാൻ പറഞ്ഞു, തന്നില്ല. മഹാഭാരത യുദ്ധം ഉണ്ടായി. ഞങ്ങൾ 3 ചോദിക്കുന്നുള്ളൂ. ഏതാ? അയോധ്യ കഴിഞ്ഞു, കാശിയും പിന്നെ ഏതാ? മധുരയും. ഇത് 2 കൂടി തരണം. അതെന്തിനാ? ഹിന്ദുക്കളുടെ വികാരം മാനിച്ചുകൊണ്ട് അവരുടെ ആരാധനാ സ്വാതന്ത്ര്യം സംരക്ഷിക്കാനല്ല, മുസ്ലിങ്ങളെ പ്രകോപിപ്പിക്കുക, ഇവിടെ മതസ്പർദ്ധ ഉണ്ടാക്കുക, ന്യൂനപക്ഷത്തിന്റെ മനസ്സിൽ അരക്ഷിതാവസ്ഥ ഉണ്ടാക്കുക, രാജ്യത്തിന്റെ മതേതരത്വം തകർക്കാൻ ശ്രമിക്കുന്നവരാണ്. ഒരു രാജ്യം ഞങ്ങൾ ബഹുസ്വരതയ്ക്ക് ഒന്നും സംഭവിക്കുന്നില്ല എന്ന് പറഞ്ഞു. അയോധ്യയെക്കുറിച്ച് മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കാം. അയോധ്യയിൽ ശിലാന്യാസത്തിന് അനുമതി കൊടുത്തത് രാജീവ് ഗാന്ധി. അയോധ്യയിൽ നിന്ന് രാമരാജ്യം ഉണ്ടാക്കുമെന്ന് പറഞ്ഞ് ഇലക്ഷൻ പ്രചരണം തുടങ്ങിയത് രാജീവ് ഗാന്ധി. ശ്രീരാമക്ഷേത്രം എൻ്റെ അച്ഛൻ്റെ സ്വപ്നമായിരുന്നു എന്ന് പറഞ്ഞത് പ്രിയങ്ക ഗാന്ധി. അവിടേക്ക് വെള്ളിക്കല്ലുകൾ കൊടുത്തയച്ചത് നിങ്ങളുടെ മധ്യപ്രദേശിലെ നേതാക്കന്മാർ. ഇത് ഹിന്ദുക്കളുടെ അഭിമാന പ്രശ്നമല്ലേ എന്ന് പറഞ്ഞത് നിങ്ങളുടെ കർണാടകയിലെ നേതാക്കന്മാർ. ഇതൊക്കെ നിങ്ങളെ ആളുകൾ തന്നെ പരസ്പരം വൈരുദ്ധ്യമുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ എങ്ങനെയാ സഞ്ജി? ഓക്കെ, കൂടുതൽ വിശദീകരണം വേണ്ട, എല്ലാവർക്കും വ്യക്തമാണ്. നമ്മൾ ഈ വിഷയം തുടങ്ങിയത് ബഹുസ്വര ഇന്ത്യയാണ്. ബഹുസ്വരങ്ങൾ, വൈവിധ്യമുള്ള വാദഗതികൾ, അഭിപ്രായങ്ങൾ, വീക്ഷണങ്ങൾ, അതിൻ്റെയൊക്കെ തീപ്പാറുന്ന ഒരു ഏറ്റുമുട്ടലാണ് നമ്മളിവിടെ കണ്ടത്. ഇന്ത്യ എന്നും ഇത്തരം വൈവിധ്യങ്ങളുടെയും അഭിപ്രായങ്ങളുടെയും ഒക്കെ സമന്വയ ഭൂമിയാണ്. ആ ആശയ സംഘർഷം നമുക്ക് അതിൻ്റെ വഴിക്ക് നടക്കട്ടെ. നമുക്ക് സൗഹാർദ്ദത്തോടുകൂടി സമന്വയത്തോടുകൂടി നമുക്ക് പുതിയ
കാലത്തിലേക്ക് കടക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് മാതൃഭൂമിയുടെ അക്ഷരോത്സവത്തിലെ 3-ാം ദിവസത്തെ പരിപാടികൾ ഇവിടെ എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ സമയം നീണ്ടു നിന്ന ഒരു സെഷൻ ഇതായിരിക്കും. ഉപഹാരം നൽകുന്നതിനായി മാതൃഭൂമി ജോയിന്റ് മാനേജിംഗ് എഡിറ്റർ PV നിധീഷിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. UDF കൺവീനർ ശ്രീ MM ഹസൻ മേളയുടെ ആദരം ഏറ്റുവാങ്ങുന്നു. നമുക്കൊരു വലിയ കയ്യടിയോടുകൂടി അവരെ CPIM സംസ്ഥാന സെക്രട്ടറി ശ്രീ ME ഗോവിന്ദൻ ഉപഹാരം ഏറ്റുവാങ്ങുന്നു. ചൂടേറിയ ഈ ചർച്ചയുടെ മോഡറേറ്റർ ശ്രീ PP ശശീന്ദ്രൻ ഉപഹാരം ഏറ്റുവാങ്ങുന്നു.